ഹായ് ഓൾ, വെൽക്കം ടു RTH മാത്സ്. നമ്മളങ്ങനെ നമ്മുടെ 9ാം ക്ലാസ്സിലേക്കുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്കൂൾ തുറന്നിട്ടുണ്ട്. മിക്ക ആളുകൾക്കും ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കിളി 4 വഴിക്ക് പറക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്നാമത്തെ ചാപ്റ്ററിൽ അത്യാവശ്യം ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികൾ 2 പേർക്കുള്ള ക്ലാസ്സും ഉണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്കുള്ള ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ മലയാളം മീഡിയം സ്റ്റുഡൻസിനുള്ള ക്ലാസ്സും ഉണ്ട്. 2 പേർക്കും ഈ വീഡിയോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ മക്കളെ, എടാ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളായിരിക്കും ഫോർ ഷുവർ, കാരണം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ മക്കൾ എന്ത് ചെയ്യണടാ, കമൻറ്റിൽ അത് രേഖപ്പെടുത്തണം. ഓക്കെ, ഓഫ് കോഴ്സ്. പിന്നെ ഈ മാത്സ് പഠിക്കുന്ന സമയത്ത് മക്കൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, നമുക്ക് ക്ലാസ് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്, ബട്ട് പിന്നീട് വരുന്നൊരു ഡൗട്ട് റെഫറൻസ്, നമുക്കിത് ശരിയാണോ അല്ലയോ ഇത് ചോദിക്കാനുള്ളൊരു മടി. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരാളായിരുന്നു. കാരണം ഇത് ചോദിക്കാൻ ഇപ്പം എങ്ങനെയാണ് പറ്റുക, അതെങ്ങനെയപ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുക, അങ്ങനെ ഒരു മടി വിചാരിക്കേണ്ടടാ. നിങ്ങൾക്കൊരു ഓപ്ഷനും കൂടി വയ്ക്കാം. ഒന്നുകിൽ സ്വാഭാവികമായിട്ടും മക്കൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. മീൻസ് ടു ദ മാക്സിമം റിപ്ലൈ കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഞാനൊരു നമ്പർ തരാം, 8921594260. ഓക്കെ, 8921594260. ഈ കാണുന്ന നമ്പറിലേക്ക് മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പേഴ്സണലി ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഈച്ച് ആൻഡ് എവരി വൺ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ആ ഡൗട്ട് പറഞ്ഞു തരാനുള്ള ഒരു സംവിധാനമുണ്ട്. മോർ ഓവർ നിങ്ങൾക്ക് നമ്മുടെ RTH മാത്സിൻ്റെ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ പാർട്ടാകാവുന്ന സമയത്ത് ലേറ്റസ്റ്റ് വീഡിയോസും കാര്യങ്ങളും ക്ലാസ്സസും നമ്മുടെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സസിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയാതെ പോകില്ല. നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചാപ്റ്ററിൽ ഒരുപാട് കണ്ടന്റുകൾ ഇരിക്കുന്നത്, ഞാനത് വലിച്ചു വാരി പറയുന്നില്ല, പ്യുവർലി എക്സാം ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത്. എന്താണോ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് അയാളെ മാത്രമേ വെച്ച് പറയുന്നുള്ളൂ, വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ അതാണ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഞാനിന്ന് എടുക്കാത്ത ചോദ്യങ്ങൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മടി വിചാരിക്കേണ്ട, മക്കൾ എന്ത് ചെയ്തോളൂ, ഞാൻ തന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ദ പ്രൈസ് ഓഫ് 2 pens. ഈ തരുന്ന സാധനങ്ങളിൽ എലമെൻറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. 2 പെന്ന്, 3 നോട്ട്ബുക്ക് ഈസ് 110 rupees ആൻഡ് പ്രൈസ് ഓഫ് 2 pen ആൻഡ് 5 notebook ഈസ് 170 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? അല്ലേ, മലയാളം മീഡിയക്കാരെ സംബന്ധിച്ച് 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടിയുള്ള വില തന്നിട്ടുണ്ട്. 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിൻ്റെ വില തന്നിട്ടുണ്ട്. ഒരു പേനയുടെ വില എത്രയാണ്, ഒരു നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ്? എടാ, നമ്മൾ 8ാം ക്ലാസ്സിൽ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എപ്പോഴും ഈ 2 എലമെൻറ്റുകളില്ലേ, ഇപ്പോൾ മക്കളെ ഞാൻ പറഞ്ഞിട്ടുള്ള പെന്നും നോട്ട്ബുക്കും, ഇവർ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ കണക്ഷൻ പറയാറുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ആ ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള, പേനയേക്കാൾ 2 രൂപ കൂടുതലാണ് പെൻസിലിന് അല്ലെങ്കിൽ നോട്ട് ബുക്കിന് 5 രൂപ അപ്പോഴാണ് ഒരാളെ എക്സ് എന്നെടുത്ത് മറ്റൊരാളെ നമ്മൾ എക്സുമായി ബന്ധപ്പെടുത്തി എത്ര കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ പേനേൻ്റെ വില കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, നോട്ട്ബുക്കിൻ്റെ വിലയും കൃത്യമായിട്ട് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം പറഞ്ഞു. അപ്പോൾ ഇത് 2 ആളുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് എളുപ്പത്തിൽ എഴുതി പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി പോകട്ടോ. പ്രൈസ് ഓഫ് പെൻ, പേനയുടെ വില തൽക്കാലത്തേക്ക് എക്സ് ആവട്ടെ. ലെറ്റ് പ്രൈസ് ഓഫ് പെൻ ഇസ് ഈക്വൽ ടു എക്സ്. മലയാളം മീഡിയക്കാർക്ക് 2 പേർ കൂടി എഴുതാനുള്ള സാഹചര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് മലയാളം മീഡിയത്തിന് വേണ്ടി ഞാൻ സ്റ്റെപ്പ് വായിക്കാം. പേനയുടെ വില സമം എക്സ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇനി അതുപോലെ പ്രൈസ് ഓഫ് നോട്ട്ബുക്കാണ് അടുത്ത ആൾ, അത് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. പ്രൈസ് ഓഫ് നോട്ട്ബുക്ക് ഞാൻ വൈ എന്നെടുത്തു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കടാ, നമുക്ക് ഓരോ ആളുകളായിട്ട് 2 പെന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ അയാളെ 2 പെൻ, ഒരു പെന്നിന് എക്സ് രൂപയാണ്. അപ്പോൾ 2 പെന്നിൻ്റെ വില എന്ന് പറയുന്നത് 2x ആയിരിക്കും. ഓക്കെ, 2x. 3 നോട്ട്ബുക്ക് അല്ലേ, അടുത്ത വരി 3 നോട്ട്ബുക്ക്. ഒരു നോട്ട്ബുക്കിൻ്റെത് വൈ ആണ്, അപ്പോൾ ഇവിടെ വരേണ്ടത് 3y. അപ്പോൾ 2x + 3y എത്ര രൂപയായത്? 110 രൂപയാണ്. അയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. 2x ഉണ്ട്, 5y ഉണ്ട്, അതിന് പൈസ ആയത് 170 rupees. അയാൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കും. ഇനി ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാം. ഇവിടെ മുതലാണ് ഈ ചാപ്റ്റർ ശകലം ടൈറ്റ് ആവുന്നത്. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് ഇങ്ങനെ എഴുതുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനത് തിയററ്റിക്കലി അല്ല സംസാരിക്കുന്നത്, മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്, ഞാൻ ഈ സാധനം ഇങ്ങനെയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്, ഞാൻ അതുപോലെ സാധനം നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു തരികയാണ്.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്? എന്താണ് സോൾവിങ് കൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മുടെ ആവശ്യം ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ ഏതെങ്കിലും ഒരാൾ ക്യാൻസൽ ചെയ്യപ്പെടണം, ഏതെങ്കിലും ഒരാൾ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യണടാ, നഷ്ടപ്പെടണം. അപ്പോഴേ എക്സ് നഷ്ടപ്പെട്ടാൽ വൈക്ക് കണക്കായ ഒരു ഉത്തരം കിട്ടുന്നു, വൈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എക്സിന് കണക്കാക്കിയ ഒരു ഉത്തരം കിട്ടും. അപ്പോൾ നമ്മുടെ പർപ്പസ് മക്കൾ മനസ്സിലാക്കി വെച്ചോളൂ. ഒന്നുകിൽ എക്സ് നമുക്ക് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ ആര് നഷ്ടപ്പെടണടാ, വൈ നമുക്ക് നഷ്ടപ്പെടണം. ഇങ്ങനെ സോൾവ് ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത് പറയാം. ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്ത് നോക്കാം, 2ഉം 1ഉം ആഡ് ചെയ്ത് നോക്കാം, 1ൽ നിന്ന് 2 മൈനസ് ചെയ്ത് നോക്കാം, 2ൽ നിന്ന് 1 മൈനസ് ചെയ്ത് നോക്കാം. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, എടാ ഈ കാണുന്ന 2ഉം 1ഉം 1ഉം 2ഉം കൂട്ടുക എന്ന് പറയുന്നത് സെയിം പരിപാടി. അപ്പം ഞാൻ അതിൽ ഒന്നേ ചെയ്യുന്നുള്ളൂ, ഞാൻ ഇയാളെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പം നമുക്ക് എത്ര മെത്തേഡ് നോക്കാനുണ്ട് മക്കളെ? 3 മെത്തേഡാണ് യൂഷ്വലി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക. ഇക്വേഷനുകൾ തമ്മിൽ കൂട്ടി നോക്കാം, ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കാം, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കാം. നമ്മുടെ ആവശ്യം ഞാൻ പറഞ്ഞു, ഒന്നുകിൽ എക്സ് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ ആര് നഷ്ടപ്പെടണടാ, വൈ നഷ്ടപ്പെടണം. ഇതാണ് നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക. എടാ ഞാൻ ആദ്യമൊക്കെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കേണ്ടി വരും. ഇതാവോ, ഇതില്ലയോ, ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കണം. പിന്നീട് നമുക്ക് ഇതിൻ്റെ ടെക്നിക്ക് പിടിയിട്ട് നമുക്ക് സ്പീഡാക്കാം. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എടാ ഞാൻ തൽക്കാലത്തേക്ക് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, പ്ലസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ മക്കൾക്ക് അറിയാം 2xും 2xും കൂട്ടിയാൽ കിട്ടേണ്ടത് 4x. എടാ വലിയ സംഭവമൊന്നുമല്ല, 2 തേങ്ങ മൊത്തത്തിൽ 4 തേങ്ങ, അതേ ഉള്ളൂ ലോജിക്ക്. ഓക്കെ, അടുത്ത ആൾ നോക്കി നോക്കടാ, 3y + 5y ചെയ്താൽ എനിക്ക് കിട്ടുക 8y ആണ്, 8y. മക്കളെ ഇവിടെ എക്സോ വൈയോ ആരെങ്കിലും ക്യാൻസൽ ആയിട്ടുണ്ടോ? ആരും ക്യാൻസൽ ആയിട്ടില്ല. വിച്ച് മീൻസ് നമുക്ക് 1 + 2 എന്ന് പറയുന്ന മെത്തേഡുമായി മുന്നോട്ടേക്ക് പോകാൻ സാധ്യമല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മുടെ മുന്നിലുള്ള അടുത്ത ഓപ്ഷൻ 1 + 2 എന്തായാലും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്കുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1 - 2 അല്ലെങ്കിൽ 2 - 1. രണ്ടും നമുക്ക് ചെയ്ത് നോക്കാം. അതിൽ തമ്മിൽ ഭേദം എന്ന് തോന്നുന്നത് ഈ ഇക്വേഷൻ 1-ലുള്ളതിനേക്കാൾ വലിയ വാല്യൂസ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇക്വേഷൻ 1-ലുള്ളതിനേക്കാൾ വലിയ വാല്യൂസ് കാണുന്നത് താഴത്താണ്. അപ്പോൾ ഈ 1 - 2 ചെയ്യുന്നതിനേക്കാൾ ആദ്യം ചെയ്തു നമുക്ക് 2 - 1 ചെയ്ത് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് നമ്പർ എന്ന് കഴിച്ചിലാവുക എന്നുള്ള, അല്ല ഈ 2 - 1 എന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞല്ലോ പരിപാടി, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ഒന്ന് മാറ്റുന്നൂടാ, സ്ലൈറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നു, ഇക്വേഷൻ 2 - 1 ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, 2 - 1 ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നോക്കടാ, 2x-ൽ നിന്ന് 2x പോയി, ഇനി അവിടെ എക്സുകളില്ല, ക്യാൻസൽ ചെയ്യപ്പെട്ടു, 0. നമ്മൾ ആവശ്യം നടന്നു കേട്ടോ മക്കളെ. നോക്കാം കേട്ടോ. ഇനി അടുത്തതാരാ, 5y-ൽ നിന്ന് 3y മൈനസ് ചെയ്യണം. ആരാ മക്കളെ അവിടെ ബാക്കി ഉണ്ടാവുക? 2y അവിടെ ബാക്കി ഉണ്ടാവുക. കഴിഞ്ഞിട്ടില്ല. 170-ൽ നിന്ന് 110 മൈനസ് ചെയ്യണം. ആരാ മക്കളെ ഇനി അവിടെ ബാക്കി ഉണ്ടാവുക? 60 ആണ് അവിടെ ഇനി ബാക്കി ഉണ്ടാവുക. ഓക്കെ, 170 മൈനസ് 110 ചെയ്താൽ ഇനി അവിടെ 60 ആണ് ബാലൻസ് ഉണ്ടാവുക. 2y 60 ആണ് കിട്ടി. നമുക്ക് വേണ്ട ആളാരാ? y മാത്രം. y = 60 / 2. ആ ചേഞ്ച് എന്താണെന്ന് വിചാരിക്കേണ്ട, ഈ 2-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ഇൻറ്റു 2 ആയിരുന്നു ഇവിടെ, ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അയാൾ ഡിവിഷനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. y = 30 എന്ന് പറയുന്ന ആൻസർ കിട്ടി. നമുക്ക് y മാത്രമേ ആയിട്ടുള്ളൂ, നമുക്ക് ആരും കൂടി വേണം, എക്സ് കൂടെ വേണം. എക്സ് എങ്ങനെ കണ്ടെത്താൻ വേണ്ടി പറ്റും? അതിനുള്ള പരിപാടി അടുത്തത് പറയാം. അപ്പോൾ നമ്മൾ എഴുതുന്നു പുട്ടിങ് വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 1 അല്ലെങ്കിൽ 2. നമുക്കിതിൽ ഇഷ്ടമുള്ള ഒരു ഇക്വേഷനിൽ ഈ എക്സിൻ്റെ വാല്യൂ, y ആണ് കിട്ടിയത്, വൈയുടെ വാല്യൂ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ സമവാക്യം 1-ൽ മലയാളം മീഡിയക്കാർ എഴുതേണ്ടത് എങ്ങനെയാണ്? സമവാക്യം 1-ൽ വൈയുടെ അല്ലെങ്കിൽ വൈൻ്റെ വില നൽകിയാൽ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. എന്നിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ ഇപ്രകാരമാണ്, 2x + 3y = 2x + 3y = 110. അതിൽ y കാണുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 30 എന്ന് എഴുതാം. ഇതൊക്കെ മണ്ടത്തരം വരുന്ന ഒരു സ്ഥലമായിട്ടോടാ. 2x + 3 × 30 എന്ന് വേണം എഴുതാൻ, അതല്ലാണ്ട് 330 എന്ന് എഴുതി വയ്ക്കരുത്. ഓക്കെ, which is equal to 110. 2x + 2 × 30 നമുക്ക് 60 എന്ന് എഴുതാം, which is equal to 110. 2x = 110 - 60.
2x ഇസ് ഈക്വൽ ടു 110ൽ നിന്ന് 60 മൈനസ് ചെയ്തിട്ട് ബാലൻസ് അവിടെ ഉണ്ടാവേണ്ട ആൾ 50 ആണ്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 2, എക്സ് ഇസ് ഈക്വൽ ടു 25. സെറ്റ് അല്ലടാ? ഈ കാണുന്ന സാധനം നമ്മൾ സെയിം പ്രോപ്പർട്ടി തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എന്ത് അല്ലേ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റിലടാ? അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ 1+2, അല്ലെങ്കിൽ 1-2, അല്ലെങ്കിൽ 2-1. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ എന്ത് ചെയ്യപ്പെടണം മക്കളെ? ക്യാൻസൽ ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ആവശ്യമെന്ന് പറയുന്നത്. സെറ്റല്ലേ? അടുത്തയിലേക്ക് പോകാലോ. ശരി എടാ, ഇതുമായി ബന്ധപ്പെട്ട വളരെ സിമിലർ ആയിട്ടൊരു ക്വസ്റ്റൻ ആട്ടോ അടുത്ത് പറയുന്നത്. ഞാൻ ശരിക്കും ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഒരു ടോപ്പിക് പറഞ്ഞു, പക്ഷേ ഈ ക്വസ്റ്റനായിട്ട് ഏറെ സിമിലർ ആണ് മക്കളെ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റനാണ് പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക്. മിക്കവാറും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യനുകൾക്കിടയിൽ ഒരു ക്വസ്റ്റ്യൻ ഇയാളായിരിക്കും. അപ്പോൾ നന്നായി പഠിച്ചു വെച്ചോളൂ. സിമ്പിളാണ്, നമ്മളിപ്പോൾ പഠിച്ച കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്. The sum of two numbers is 28 and their difference is 12. What are the numbers? 2 സംഖ്യകളുടെ തുക 28ഉം വ്യത്യാസം 12 അല്ലേ? കൂട്ടിയപ്പോൾ 28 കിട്ടി, കുറച്ചപ്പോൾ 12 കിട്ടി. ആരൊക്കെയാണ്? 2 നമ്പറുകളുണ്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു, നോക്കണടാ, ലെറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ. 2 നമ്പറുകളുണ്ട്. അവർ ആഡ് ചെയ്തപ്പോൾ 28 ആണ്. അങ്ങനെ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 28, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 12 അല്ലേ? അവരെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ എക്സ് എന്ന് വൈ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12 ആണ്, ഇക്വേഷൻ നമ്പർ 2. ശരി, നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആരൊക്കെയാണ് ആ മാർഗ്ഗങ്ങൾ? ഒന്നെങ്കിൽ ഇക്വേഷൻ 1+2 ചെയ്യണം, അല്ലെങ്കിൽ 1-2 ചെയ്യണം, അല്ലെങ്കിൽ 2-1 ചെയ്യണം. ഞാൻ ആദ്യത്തെ ആളായിട്ടുള്ള 1+2 ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മൾ സ്റ്റാർട്ടോ ഈ 1+2 ചെയ്താൽ കിട്ടാത്ത സാധനമാണെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ഓൾ. നമുക്ക് നോക്കിയൊക്കെ നമ്മളൊരു ഓർഡറിൽ ഇങ്ങനെ പോവാം. ഈ 1+2 ആണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. 1+2ൽ മക്കൾ നോക്കടാ, എക്സും ആഡ് ചെയ്താൽ എനിക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 2x ആണ്. ആണോ അല്ലയോ മക്കളെ? ശരി, അടുത്ത ആൾ വളരെയധികം ശ്രദ്ധിക്കണം. +y -y ശ്രദ്ധിക്കണേ. +y-ൽ നിന്ന് അല്ലേ, +y-നോട് ഞാൻ ആഡ് ചെയ്യണം ആരേടാ? -y. അതാണ് പ്രോപ്പർട്ടി. ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാപ്റ്റർ ശകലം അപ്പോൾ നന്നായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓരോ സാധനങ്ങളും +y-ൽ നിന്ന് പ്ലസ് ചെയ്യണം ആരെടാ? -y-നെ. നമ്മൾ C+y എന്ന് പറഞ്ഞാൽ ആരാണ്? അയാൾ സിംപ്ലി y ആണ്. ഓക്കെ, പ്ലസ് ചെയ്യണം ആരെടാ? -y-നെ. മക്കളെ, പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ പ്രാധാന്യം മൈനസിനാണ്, വിച്ച് ഇസ് ഈക്വൽ ടു y - y. ഓർത്ത് വയ്ക്കാനൊരു സിമ്പിൾ ടിപ്പ് വരാം. നമ്മളൊരാൾക്ക് 100 നല്ല കാര്യം ചെയ്തു, ഒരു മോശം കാര്യം ചെയ്തു. അയാൾ ഏത് ഓർത്തിരിക്കും മക്കളെ? എപ്പോഴും മോശം കാര്യം ഓർത്തിരിക്കുള്ളൂ. അത് ആലോചിച്ച് വെച്ചാൽ കേട്ടോ. പ്ലസും മൈനസും ഒരുമിച്ച് വന്നാലും പ്രയോറിറ്റി ആർക്കാണ്? അപ്പോൾ y - y-യുടെ ആൻസർ എന്തായിരിക്കും? 0 ആണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാൻസൽ ആയി പോകും. സോ ഞാൻ ഈ 2 ആളുകൾക്കും ക്യാൻസലേഷൻ എന്ത് ചെയ്യുന്നുണ്ടാ? പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ അവിടെ നമുക്ക് ആരാ ചെയ്യാനുള്ളത്? ബാക്കിയുള്ളത് ഒരു 28 + 12 നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. 2 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 40 അല്ലേ? 2x 40 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 2. എക്സ് എന്ന് പറയുന്ന എത്രയും മക്കളെ കിട്ടുക? 20 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും കിട്ടുക. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സോ വൈയോ കിട്ടിയാൽ പിന്നെ ചെയ്യേണ്ട പണി നമുക്ക് അറിയാമല്ലോ. എന്താ ചെയ്യേണ്ടത്? പുട്ടിങ് അല്ലേ? പുട്ടിങ് വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ ഇഷ്ടമുള്ളതിൽ ചെയ്യട്ടോ. ഞാൻ ഇപ്പോൾ തൽക്കാലം 2 കൊടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞാൽ 1 അല്ല, അതുകൊണ്ടൊരു വെറൈറ്റിക്ക് എക്സിൻ്റെ വില സമവാക്യം 2ൽ നൽകിയാൽ അങ്ങനെ വേണം എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 12. അതാണല്ലോ ഇക്വേഷൻ. ഞാൻ എക്സിന് പകരം 20 എന്ന് എഴുതുന്നു. 20 - y ഇസ് ഈക്വൽ ടു 12 എന്നാണ്. ഞാൻ ഒരേ സമയം 2 ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഞാൻ ഈ -y-നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, അപ്പോൾ +y ആയിട്ട് അയാൾ മാറും. ഈ 12-നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരും, അപ്പോൾ അയാൾ ആരായിട്ട് മാറും? -12 ആയിട്ട് മാറും. നോക്കിക്കോ, 20 - 12 ഇസ് ഈക്വൽ ടു y, 8 ഇസ് ഈക്വൽ ടു y. അങ്ങനെ y-യുടെ ഉത്തരം നമുക്ക് എന്താണെന്ന് കിട്ടുകയാണോ? 8 ആണെന്ന് കിട്ടുകയാണ്. വളരെ സിമ്പിളായിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. നമുക്ക് വീണ്ടും പഴയ പാറ്റേണിൽ പഴയ ക്വസ്റ്റ്യൻ്റെ സ്ഥലങ്ങളിലേക്ക് വരാം. നമുക്ക് അവിടെ ചാപ്റ്ററിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എത്ര കവർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററിൻ്റെ 30% മക്കൾ കവർ ചെയ്തിട്ടുണ്ട്. 30% ഈ 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും മക്കൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണം.
ദ പ്രൈസ് ഓഫ് കാണുന്നുണ്ടോ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ എന്തായാലും വായിക്കുന്നുണ്ട്. പ്രൈസ് ഓഫ് 3 പെൻസിൽ ആൻഡ് 4 പെൻ ഇസ് 66 rupees ആൻഡ് പ്രൈസ് ഓഫ് 6 പെൻസിൽ. ഓക്കെ, 2 സെറ്റ് ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ചൊക്കെയാണ് പറയുന്നടാ? പെന്നും ഉണ്ട്, അതുപോലെ ആരും ഉണ്ടടാ, സോറി പെൻസിലും ഉണ്ട് പെന്നും ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൈസ് ഓഫ് പെൻസിൽ ആണ് ഞാൻ ആദ്യം ഇവിടെ കൊടുത്ത് ഞാൻ അതിൻ്റെ എടുത്തു. അയാളെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. പെൻസിലിൻ്റെ വിലാസമം എക്സ്. രണ്ടാമത് അവിടെ പറയുന്നത് പെന്നിൻ്റെ കാര്യമാണ്. ഞാൻ പ്രൈസ് ഓഫ് പെന്ന് രേഖപ്പെടുത്തുന്നുണ്ട് മക്കളെ. നോക്കണേ, പെൻ ഇസ് ഈക്വൽ ടു വൈ. എടാ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഈ 2 ഇക്വേഷനുകൾ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. ഓക്കെ, വെറുതെ ഇതിങ്ങനെ കണ്ടിരിക്കാനല്ല. ഈ ക്വസ്റ്റ്യനിലൊക്കെ 2 ഇക്വേഷൻ ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആ 2 ഇക്വേഷൻ എഴുതാൻ വേണ്ടി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ച് ക്ലാസ്സിലേക്ക് നോക്കുക. അങ്ങനെ ഒന്ന് വേണമെന്ന് വെച്ചാൽ നടക്കുന്ന പരിപാടിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്ലാസ് തീരുമ്പോഴേക്കും നിങ്ങൾ മസ്റ്റായിട്ടും അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ക്ലിയർ ചെയ്യും കൂടി ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിൽ ടോപ്പറായിരിക്കും നിങ്ങൾ, ഞാൻ ഉറപ്പ് തരാം. ശരി മക്കളെ, അങ്ങനെയാണെങ്കിൽ 3 പെൻസിൽ ഉണ്ടടാ. 3 പെൻസിലിനപ്പോൾ 3x രൂപ പ്ലസ് 4 പെന്ന് 4y ഇസ് ഈക്വൽ ടു 66 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് 6 പെൻസിലുണ്ട്, വിച്ച് മീൻസ് 6x പ്ലസ് 3 പെന്ന് അല്ലേ, 3y വിച്ച് ഇസ് ഈക്വൽ ടു 72. അയാൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ പറയുന്ന സ്ട്രെച്ചിൽ ഇനി കേൾക്കണേ. നമുക്ക് സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ച് നമുക്കറിയാം. ഇക്വേഷൻ 1 + 2 ഉണ്ട്, ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ഉണ്ട്, ഇക്വേഷൻ 2 - 1 ഉണ്ട്. നമുക്ക് നോക്കാം ഇതിലേതിലാണ് നമുക്ക് ഒരാൾ ക്യാൻസലായിപ്പോയി നമുക്ക് ആവശ്യമുള്ളതുപോലെ കിട്ടുക എന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഇക്വേഷൻ 1 + 2 ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം 3x-ഉം 6x-ഉം കൂടി കൂട്ടിയാൽ എനിക്ക് കിട്ടേണ്ട ഉത്തരം 9x ആണ്. അത് കഴിഞ്ഞ് 3y-യും 4y-യും കൂടി ആഡ് ചെയ്താൽ എനിക്ക് കിട്ടേണ്ട ഉത്തരം 7y ആണ്. അപ്പോൾ എന്ത് മനസ്സിലായടാ, ഈ കാണുന്ന 1 + 2 വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ അയാൾ വർക്കാവില്ല, വേണ്ട. നമുക്ക് അടുത്ത ആളെ നോക്കാം. ഇനി നമ്മുടെ മുന്നിൽ വേറൊരു മാർഗം ഉണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. എടാ 3x-ൽ നിന്ന് 6x ആണ് കേട്ടോ കുറയ്ക്കണത്. ചെറുതെന്ന് വലുതാണ് കുറയ്ക്കണം. അപ്പോൾ എന്തായാലും നെഗറ്റീവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കിട്ടേണ്ട ആൻസർ -3x എന്നാണ് കിട്ടുക. 6x എന്ന് 3x കുറച്ചിരുന്നെങ്കിൽ ആൻസർ കിട്ടുക ആരായിരുന്നു, 3x ആയിരുന്നു. ഇത് 3x എന്ന് 6x കുറച്ചതിനെ കൊണ്ടാണ് -3x. 4y-ൽ നിന്ന് 3y മൈനസ് ചെയ്താൽ ബാലൻസ് y ഉണ്ടാവും. ഇവിടെയും ആരും എന്ത് ചെയ്യപ്പെട്ടില്ല മക്കളെ, ക്യാൻസൽ ചെയ്യപ്പെട്ടില്ല. ഇത് എങ്ങോട്ടേക്ക് അതിൻ്റെ പോക്കാവോ നോക്കുക, വഴി ഉണ്ടാക്കാം. ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോടാ സ്റ്റിൽ. അതിൽ നടന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. നോക്കുക, ഇക്വേഷൻ 2-ൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. 6x-ൽ നിന്ന് 3x മൈനസ് ചെയ്താൽ ബാക്കി വരേണ്ട ആൾ 3x ആണോ? ഓഫ് കോഴ്സ്. 3y-ൽ നിന്ന് 4y മൈനസ് ചെയ്താൽ ബാലൻസ് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ -1y അല്ലെങ്കിൽ y എന്ന് പറയുന്ന ആളാണ്. എടാ ഈ ഒരു മെത്തേഡിലും ആര് ചെയ്യപ്പെട്ടില്ല, ആരും ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ല. അതെന്താ ഉണ്ടായത്, അതിൻ്റെ റീസൺ ഞാൻ പറയാം മക്കളെ, ഒന്ന് ശ്രദ്ധിക്കണേ. വൈ ഇറ്റ് ഡസൻറ്റ് ക്യാൻസൽഡ്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊന്നും ക്യാൻസൽ ചെയ്യപ്പെടാഞ്ഞത് എന്നുള്ളത് നോക്കടാ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതിൽ നമ്മളിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ മക്കൾ നോക്കി നോക്ക്. ഈ ഇക്വേഷനിൽ ഇവിടെയും 2x ഇവിടെയും 2x കോമൺ ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, കോമൺ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. കോമൺ കോയിഫിഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ തൽക്കാലം വാക്കൊന്നും കേൾക്കേണ്ട, കോമൺ ആയിട്ടുള്ള ടേമുകൾ അവിടെ ഉള്ളത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്യപ്പെട്ട്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചാടിപ്പോയിട്ട് ചെയ്ത പരീക്ഷയ്ക്ക് ഉറപ്പ് പറഞ്ഞ ചോദ്യത്തിൽ മക്കൾ നോക്കടാ, എക്സും അവിടെ കോമൺ ആയിരുന്നു, അല്ലെങ്കിൽ വൈയും അവിടെ കോമൺ ആയിരുന്നു. അപ്പോൾ കോമൺ എലമെൻ്റ് ഉണ്ടെങ്കിൽ ഈ ക്യാൻസലേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാവാഞ്ഞത് നോക്കടാ, നമ്മളിപ്പോൾ ചെയ്ത ചോദ്യത്തിൽ ഇവിടെ 3x ആണെങ്കിൽ ഇവിടെ 6x ആണ്, അവിടെ കോമൺ ആയിട്ട് ആരുമില്ല. ഇവിടെ 4y ആണെങ്കിൽ ഇവിടെ 3y ആണ്, അവിടെയും കോമൺ ആയിട്ട് ആരുമില്ല. അപ്പോൾ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. നോക്കടാ, ഞാനൊന്ന് ആഗ്രഹിച്ച് പോവാണ്, നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് വിചാരിച്ച് നോക്കട്ടോ. ഞാനൊന്ന് ആഗ്രഹിച്ച് പോവാണ്, ഈ 6x കാണുന്നത് പോലെ ഇവിടെയും ഒരു 6x ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമുണ്ടാവുമായിരുന്നല്ലോ
അല്ലേ? ഈ കാണുന്ന 6x പോലെ ഇവിടെ ഒരു 6x ആയിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 6x വരുത്താനുള്ള മാറ്റം തുടങ്ങാം. ഈ 3xനെ എങ്ങനെ നമുക്ക് 6x ആക്കാം? 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടടാ, ഒരു ഇക്വേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടേം മാത്രമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റില്ല. മൊത്തം ടേംസിനെ മക്കൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടടാ? മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നോക്കി നോക്കണം. ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. എന്തിനാടാ? കോമൺ ടേംസ് വരുത്താൻ വേണ്ടിയിട്ട്. എന്തിനാ കോമൺ ടേംസ്? ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ശരി, അങ്ങനെ ആവുമ്പോൾ 3xനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അയാൾ ആരായിട്ട് മാറുന്നു മക്കളെ? 6x ആയിട്ട് മാറുന്നു. 4yനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ കാണുന്ന 4yനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അയാൾ 8y ആയിട്ട് മാറുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 66നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാൾ 132 ആയിട്ട് മാറുകയാണ്. പുതിയൊരു ഇക്വേഷനാണ്. അയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുന്നു. ഇനി 1 വേണ്ട, നമുക്കിനി 3യും 2വും വെച്ചിട്ടാണ്. ഞാൻ ആ 3യും 2 ഒന്ന് ഒരുമിച്ച് എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടേ. നമുക്കൊന്ന് ഒരുമിച്ച് എഴുതി നോക്കാം. 6x + 3y = 72 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷനുണ്ട്. 6x + 8y = 132 എന്ന് പറയുന്ന തേർഡ് ഇക്വേഷനുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ സോൾവ് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം, സബ്ട്രാക്ട് ചെയ്ത് നോക്കാം, പരിപാടികൾ നോക്കി നോക്കാം. നമുക്ക് ഞാനൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇക്വേഷൻ 1 + 2 ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. 6xും 6xും ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 12x ആണ്. 3yയും 8yയും ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 11y ആണ്. പ്രത്യേകിച്ച് യാതൊരു ഉപകാരം ഉണ്ടായില്ല. പക്ഷേ നമ്മളിൽ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. എടാ, തമ്മിൽ എല്ലാ വലിയ ടേംസും ഇരിക്കുന്നത് തേർഡ് ഇക്വേഷനിലായതുകൊണ്ട് ഞാൻ 2 - 3 ചെയ്യുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? 3 - 2 ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇക്വേഷൻ 3 - ഇക്വേഷൻ 2. 6xൽ നിന്ന് 6x കുറച്ചാൽ അവിടെ ഇനി ആരും ബാക്കി ഉണ്ടാവില്ല, അവിടെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. 8yന്ന് 3y എടുത്ത് കളഞ്ഞാൽ ബാക്കി അവിടെ ഉണ്ടാവേണ്ട ആൾ 5y ആണ്. ഇനി അവിടെ നിന്ന് മൈനസ് ചെയ്യാനുള്ളത് 132ൽ നിന്ന് 72 ആണ് മൈനസ് ചെയ്യാനുള്ളത്. ആൻസർ വരേണ്ടത് 60. അപ്പോൾ y എത്രയാണ് മക്കളെ? 60 / 5. അപ്പോൾ y എന്ന് പറയുന്ന ആൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 12 എന്ന് പറയുന്ന ആൻസറാണ്. y മാത്രം മതിയോ നമുക്ക്? പോരാ. അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തമ്മിൽ ചെറിയ ഇക്വേഷനായിട്ട് തോന്നുന്ന ആൾ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് അയാളുടെ മുകളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പുട്ടിങ് വാല്യൂ ഓഫ് y കിട്ടിയത് y ഇൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. വൈയുടെ വില ഒന്നാം സമവാക്യത്തിൽ നൽകിയാൽ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സമവാക്യം ഒന്ന് എഴുതി വെക്കാം. 3x + 4y = 66. അതിൽ 3xന് അങ്ങനെ തന്നെ വെച്ചു. പക്ഷേ 4y 4 ഇൻറ്റു ആരാക്കി മാറ്റാൻ തീരുമാനിച്ചുകൂടാ? 12 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 66. 3x അങ്ങനെ ഇരിക്കട്ടെ. പ്ലസ് നമ്മുടെ 4 ഇൻറ്റു 12നെ നമുക്ക് മാറ്റിയിട്ട് 48 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു 66. 3xനെ കിട്ടാൻ വേണ്ടിയിട്ട് 66 - 48 എന്ന് എന്ത് ചെയ്യുന്നുണ്ടടാ? എഴുതുന്നുണ്ട്. അങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 18 ആണ്. 3x = 18, where x = 18 divided by 3, x = 6 എന്ന് പറയുന്ന ആൻസർ. മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ കണക്കാക്കിയിട്ട് ആൻസർ എടുത്തെഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. പ്രൈസ് ഓഫ് പെൻസിൽ = x = 6 rupees. പ്രൈസ് ഓഫ് പെൻ = y = 12 rupees എന്ന് പറയുന്ന കണക്ഷൻ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും അതിൽ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം 3 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സസൈസസ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നമുക്ക് നോക്കി നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് 4 pens and 3 pencil is 66 rupees. 7 പെന്ന് 3 പെൻസിൽ. നമ്മൾ ആദ്യം ചെയ്തത് പോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കി നോക്കണം. 2 സാധനങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാനപ്പോൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചുടാ? പ്രൈസ് ഓഫ് ആദ്യം പറയുന്നത് ആരാണ്? പെന്നാണ്. ആയിക്കോട്ടെ. പ്രൈസ് ഓഫ് പെൻ = x എന്ന് വിളിക്കുന്നു. തൊട്ട് താഴത്ത് പ്രൈസ് ഓഫ്, പിന്നെ ആരെക്കുറിച്ചാണ് പറയണത്? പെൻസിൽ. പെൻസിൽ = y എന്നും വിളിച്ചിട്ടുണ്ട്. ഇക്വേഷനുകൾ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ലേ എന്ന് മക്കളൊന്ന് നോക്കണം. സിമ്പിൾ പരിപാടിയല്ലേ? ഈ കാണുന്നതിൽ 4 പെന്നാണുള്ളത്. അപ്പോൾ ഞാൻ അയാളെ 4x എന്ന് എഴുതി. പ്ലസ് 3 പെൻസിലുണ്ട്. 3y = 66. അയാൾ എൻ്റെ ഇക്വേഷൻ നമ്പർ 1 ആണ്. അത് കഴിഞ്ഞ് 7 പെന്ന് 3 പെൻസിൽ അല്ലേ? 7x +
3y ഇസ് ഈക്വൽ ടു 111 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ. സിമ്പിളാണ്, അവിടെ കോമൺ എലമെൻറ്റ്സ് ഉണ്ട്, മക്കൾ നോക്കിയാൽ മനസ്സിലാവും. നോക്കടാ, ഇവിടെ 3y ഉണ്ട്, ഇവിടെ 3y ഉണ്ട്. സോ പരിപാടി വളരെ എളുപ്പമാണ്. ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വലിയ ആൾക്കാരൊക്കെ കാണുന്നത് സെക്കൻഡ് ഇക്വേഷനിലായതുകൊണ്ട് ഞാൻ ഇയാൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. നോക്കി നോക്കടാ, സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. 7xൽ നിന്ന് 4x മൈനസ് ചെയ്താൽ ബാക്കി വരേണ്ടത് 3x ആണ് കേട്ടോ, അല്ലേ? അടുത്ത് നോക്കടാ, 3yയിൽ നിന്ന് 3y മൈനസ് ചെയ്താൽ ഇനി അവിടെ ആരും ബാക്കി ഉണ്ടാവില്ല, ക്യാൻസൽ ചെയ്യപ്പെട്ടു പോയി. ഇനി അവിടെ അതുപോലെ ചെയ്യാനുള്ള ആൾ 111 മൈനസ് 66 ആവാൻ 111 അത് ചെയ്താൽ കിട്ടേണ്ട ആൻസർ ആവട്ടെ 45. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ മക്കളെ ഉണ്ടാവുക, 45 ഡിവൈഡഡ് ബൈ 3 എന്നായിരിക്കും ചെയ്യാനുണ്ടാവുക. 45 ഡിവൈഡഡ് ബൈ 3 എക്സ് ആരായിട്ട് മാറുന്നു മക്കളെ, 15 ആയിട്ട് മാറുന്നു. സിമ്പിളാടാ. ആദ്യത്തെ ഒരു 2-3 സാധനത്തിൻ്റെ ഒരു ബേസിക് സാധനങ്ങൾ ക്യാൻസലേഷൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്റർ നമ്മളെ കയ്യിലാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ, നോ ഇഷ്യൂസ്. അതല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നതാണ് നമുക്ക് കംഫർട്ടബിൾ എങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മൾ തീർത്തിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായിട്ടേ ഉള്ളൂ, എക്സിൻ്റെ വാല്യൂ ആയിട്ടേ ഉള്ളൂ. ബാക്കി നോക്കാം. പുട്ടിങ് വാല്യൂ ഓഫ് എക്സിൻ ഏത് ഇക്വേഷനിൽ ഉപയോഗിക്കാം. ഞാൻ തമ്മിൽ ചെറിയ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷനാണ് ഞാൻ അയാളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എഴുതുന്നു, 4x + 3y = 66. 4 ഇൻറ്റു അല്ലേ, എക്സിന് പകരം ആരെ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടോ, 15 കൊടുക്കുന്നു, പ്ലസ് 3y = 66. ആ കാണുന്ന 4 × 15 പകരം 60 എന്ന് എഴുതുന്നു, പ്ലസ് 3y = 66. ഓക്കെ, 3y = 66 - 60. എല്ലാം മുകളിലത്തെ സ്റ്റെപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ടാട്ടോ നോക്കണ്ടേ, ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ. 3y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്, y = 6 ഡിവൈഡഡ് ബൈ 3, y = 2 എന്ന് പറയുന്ന ആൻസറിലും നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ട്. അങ്ങനെ പെൻസിലിൻ്റെ വിലയും പേനയുടെ വിലയും നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂടാ, സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ കവർ ചെയ്തിടാ, 4 ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യനുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഇതൊന്ന് നോക്കി വെച്ചാൽ ഇതൊരു ടിപ്പിക്കലി നമ്മളിപ്പോൾ ചെയ്തതിൽ നിന്ന് ചെറിയൊരു മാറ്റമുള്ള ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് 26 സെൻറ്റിമീറ്റർ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവിനെ കുറിച്ച് പറയുന്നുണ്ട്. അനദർ റെക്ടാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത്, എന്തൊക്കെയോ ബ്രെഡ്ത്തിനെ കുറിച്ചൊക്കെ മാറ്റം പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. നമുക്ക് എന്തായാലും ഞാൻ ലെറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഒറിജിനൽ റെക്ടാങ്കിൾ ഈക്വൽ ടു എക്സ് ആൻഡ് വൈ എന്ന് വിളിക്കാം. യഥാർത്ഥ ചതുരത്തിൻ്റെ നീളവും വീതിയും x, y ആണെങ്കിൽ എന്നങ്ങോട്ട് പറയാൻ വേണ്ടി പോകും. ഞാൻ എന്നിട്ട് അയാളുടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് മക്കളെ. ഇങ്ങനെയാണ് ആ ചതുരം ഉള്ളതെന്ന് വിചാരിക്കും മക്കൾ. ഇയാൾ x ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാളും x ആയിരിക്കും. ഇയാൾ y ആണെങ്കിൽ ഇയാളും y ആയിരിക്കും. ആണോ അല്ലേ മക്കളെ? ഈ കാണുന്ന 4 ആളുകളെയും കൂടെ കൂട്ടിയപ്പോഴാണ് അവർക്ക് ചുറ്റളവ് അഥവാ നമുക്ക് ചുറ്റളവ് അല്ലെങ്കിൽ 26 എന്ന് പറയുന്ന പെരിമീറ്റർ കിട്ടിയത്. ഇതിൽ തന്നെ 2 ഗ്രൂപ്പുകളുണ്ട്, മക്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ. ഈ 2 ഗ്രൂപ്പുകളെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഒരു നീളവും വീതിയും ചേരുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു നീളവും വീതിയും ചേരുന്ന ഗ്രൂപ്പുകളുണ്ട്. ഈ 2 ഗ്രൂപ്പുകളും കൂടി ചേർന്നതാണ് 26 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഗ്രൂപ്പ് കൂടുമ്പോൾ എത്രയൊക്കെ ഇടാം, ഇയാളും 13 ആയിരിക്കും, ഇയാളും 13 ആയിരിക്കും. അങ്ങനെ ഈ 13 ചേർന്നിട്ടാണ് മക്കളെ ആരിലേക്ക് എത്തിയിട്ടുണ്ടാവുക, 26ലേക്ക് എത്തിയിട്ടുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടുത്തെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എടാ x + y = 26ൻ്റെ പകുതി 13 എന്ന് പറയുന്ന ഒന്നാമത്തെ സമവാക്യം ഞാനവിടെ എഴുതുകയാണ്. പ്രശ്നമില്ലല്ലോ. ഇനി നോക്കണം, അതിൽ അനദർ റെക്ടാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത്. അപ്പോൾ നമുക്ക് എക്സ് മാറ്റിയിട്ട് എന്ത് കൊടുക്കുക, 2x എന്ന് കൊടുക്കുക അല്ലേ. ത്രൈസ് ദ ബ്രെഡ്ത്ത് അല്ലേ, എന്താ പറയുക, വീതി 3 മടങ്ങ് ആയിക്കോട്ടെ, 3y എന്നാക്കിയിട്ടുണ്ട്.
വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ പെരിമീറ്റർ 62 പറഞ്ഞ് നോക്കടാ. 26 പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. 26 പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുത്തു. അപ്പോൾ 62 പറഞ്ഞാൽ നമ്മൾ എത്ര എടുത്താൽ മതി മക്കളെ? 31 എടുത്താൽ മതി. അതാണ് ഇക്വേഷൻ നമ്പർ 2. ശരിക്കും അതിനായിട്ട് വേണമെങ്കിൽ മക്കൾക്ക് വേറൊരു റെക്റ്റാങ്കിളൊക്കെ വരച്ച് ഒക്കെ പറയേണ്ടത് ആവശ്യം ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ എക്സിന് പകരം ഇവിടെ 2xകളായിരിക്കും ഉണ്ടാവുക. ഈ വൈക്ക് പകരം ഇവിടെ 3yകളായിരിക്കും ഉണ്ടാവുക. എല്ലാം കൂടി ചേർത്ത് 4 എണ്ണം കൂടി കൂട്ടിയപ്പോഴാണ് ഓർക്ക് 62 കിട്ടേണ്ടത്. അപ്പോൾ ഓരോ ബാച്ചും 31 വീതമായിരിക്കും ഉണ്ടാവുക. മക്കൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പം പഴയതുപോലെയല്ല, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ട് പഠിച്ച ആളുകളാണ്. നമുക്കറിയാം നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്നുണ്ടാവുക കോമൺ ടേംസ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു സ്ഥലത്ത് എക്സ് ആണ്, ഒരു സ്ഥലത്ത് 2x ആണ്, ഒരു സ്ഥലത്ത് y ആണ്, ഒരു സ്ഥലത്ത് 2y ആണ്. കോമൺ ടേംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരാരും ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന 2x പോലെ ആയിക്കോട്ടെ ഈ എക്സ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ അവർക്ക് എന്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചു? ഒന്നാമത്തെ ഇക്വേഷനിൽ 2x വരണമെങ്കിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കുക മക്കളെ. അപ്പോൾ എക്സിന് പകരം ആര് വരുന്നൂടാ? 2x വരുന്നു. പ്ലസ് വൈക്ക് പകരം ആര് വരുന്നൂടാ? 2y വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 13 പകരം ആര് വരുന്നൂടാ? 26 വരുന്നു. അയാളാണ് നമ്മുടെ ആര് എന്ന് പറയുന്നത്? നമ്മുടെ തേർഡ് ഇക്വേഷൻ. അതിൻ്റെ താഴേക്ക് ഞാൻ സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ കോപ്പി അടിക്കുന്നു. 2x പ്ലസ് 3y is equal to 31 ഇക്വേഷൻ നമ്പർ 2. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂടാ, എല്ലാ വലിയ വാല്യൂസും ഇരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലാണ്. ഞാനതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് തേർഡ് ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നോക്കടാ, 2xൽ നിന്ന് 2x മൈനസ് ചെയ്താൽ ഇനി അവിടെ ആരും ഉണ്ടാവില്ല, അവിടെ ക്യാൻസലേഷൻ സംഭവിച്ചു. അടുത്തൊരാൾ 3yയിൽ നിന്ന് 2y മൈനസ് ചെയ്താൽ മക്കളെ ബാക്കി ഉണ്ടാവേണ്ടത് 1y ആണ്. 1y എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ആരാടാ? y ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 31 മൈനസ് 26. 31ൽ നിന്ന് 26 മൈനസ് ചെയ്താൽ മക്കളെ അവിടെ ബാക്കി വരേണ്ട ആൾ എന്ന് പറയുന്നത് 5. y ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഉത്തരമാണ് കിട്ടേണ്ടത്. നേരത്തെ അതേ പരിപാടി. പുട്ടിങ് വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1 ആണ്. അതിൽ ഏറ്റവും ചെറുത് ഞാൻ 1 സെലക്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കൽ മാറ്റം വരുത്തി വിചാരിച്ചാൽ അയാൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള റൂളൊന്നുമില്ല കേട്ടോ. അയാളാണ് ഏറ്റവും ചെറുത്, അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ അയാളെ തന്നെ ഉപയോഗിക്കുന്നത്. നോക്കടാ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 13 എന്നല്ലേ. എക്സിന് ഈ പുട്ടിംഗ് വാല്യൂ ഓഫ് വൈ ഇൻ ഇക്വേഷൻ 1 എന്ന് പറയുമ്പോൾ മലയാളം മീഡിയക്കാർ എഴുതേണ്ട സാധനം മറന്നു വരുന്നത് കേട്ടോ. വൈയുടെ വില സമവാക്യം 1 നൽകിയാൽ അങ്ങനെ തന്നെ എഴുതണം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 13 എന്നാണ്. എക്സ് അങ്ങനെ ഇരിക്കട്ടെ, വൈക്ക് പകരം ആര് വരട്ടടാ? 5 വരട്ടെ. വിച്ച് ഇസ് ഈക്വൽ ടു 13. എക്സ് ഇസ് ഈക്വൽ ടു 13 മൈനസ് 5. അങ്ങനെ എക്സ് ഇസ് ഈക്വൽ ടു 8 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഒറിജിനൽ റെക്റ്റാങ്കിൾ, യഥാർത്ഥ ചതുരത്തിൻ്റെ നീളവും വീതിയും മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ്. 5ഉം 8ഉമാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു ബിറ്റ് ശകലം നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചതിനേക്കാൾ ഒരു ശകലം ഇപ്പം നമ്മൾ പാഠത്തിൻ്റെ എത്ര പഠിച്ചെത്തി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മൾ പാഠത്തിൻ്റെ ഒരു 60% പഠിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്ത് പഠിച്ചത് നമ്മൾ ഇത്രയും കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 60% നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ചാപ്റ്ററിലെ 90% കണ്ടന്റുകൾ പഠിക്കും. 90% കണ്ടന്റുകൾ പഠിക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അതും കൂടി നിങ്ങൾ കഴിയുന്നതോടുകൂടെ 100% ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. നോക്കി നോക്കാം കേട്ടോ. നമുക്ക് ബാക്കി വളരെ പെട്ടെന്ന്. When a small vessel was filled and emptied 5 times and big one 2 times into a bucket, it contains 20 liters. Instead, when this was done twice with the small vessel and thrice with the big, it contained only 19 liters. How much can each vessel hold? നോക്കാം. മലയാളമീഡിയക്കാരൻ ചോദ്യം നോക്കിക്കൂടാ. ചെറിയ പാത്രത്തിൽ 5 തവണയും വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ച് ഒരു തൊട്ടിയിൽ ഒഴിച്ചപ്പോൾ 20 ലിറ്റർ. ചെറിയ പാത്രത്തിൽ 2 തവണയും വലിയ പാത്രത്തിൽ 3 തവണയും നിറച്ചൊഴിച്ചപ്പോഴോ 19 ലിറ്ററും. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എഴുതാം. എമൗണ്ട് ഓഫ് വാട്ടർ, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണെന്ന് മനസ്സിലായല്ലോ. എമൗണ്ട് ഓഫ് വാട്ടർ സ്മോൾ വെസൽ ക്യാൻ ഹോൾഡ് ഇസ് ഈക്വൽ ടു എക്സ്. ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് സമം എക്സ് എന്ന് അങ്ങോട്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ വാക്കൊക്കെ ഉപയോഗിക്കുക കേട്ടോ. എമൗണ്ട് ഓഫ് വാട്ടർ ലാർജ് വെസൽ ക്യാൻ ഹോൾഡ് ഈക്വൽ ടു വൈ.
വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് സമം y. 5 ടൈംസ് സ്മോൾ വെസൽ ആണല്ലോ, ചെറിയ പാത്രത്തിൽ 5 തവണയുള്ളൂ. അപ്പോൾ ഇക്വേഷൻ എഴുതി തുടങ്ങാം നമുക്ക്. 5x വലിയ പാത്രത്തിൽ 2 തവണയും 2y എത്ര ലിറ്ററാടാ? 20 ലിറ്ററാണ് ഇക്വേഷൻ നമ്പർ 1. അടുത്തതാവട്ടെ വേറൊരു സെക്കൻഡ് കേസ് പറയുന്നു. ട്വൈസ് വിത്ത് എ സ്മോൾ വെസൽ 2 തവണ ചെറുത്, അപ്പോൾ 2x. ത്രൈസ് വിത്ത് ദ ബിഗ് 3 തവണ വലുതും ചെയ്തിട്ടുണ്ട്, ആണോ അല്ലയോ? അപ്പോൾ 3y വിച്ച് ഇസ് ഇക്വൽ ടു 19 അയാളാണ് ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷനുകൾ നമ്മൾ ഫോം ചെയ്താൽ നമുക്ക് മനസ്സിലാവും കോമൺ ആയിട്ട് ആരും തന്നെ ഇവിടെ 5x ആണ്, ഇവിടെ 2x ആണ്, ഇവിടെ 2y ആണെങ്കിൽ ഇവിടെ 3y എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. കോമൺ ആക്കിയിട്ടുള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരണം. എടാ ഇതിപ്പോൾ ഞാനിവിടെ ഈ ചോദ്യത്തിൽ 5xനെയും 2xനെയും കോമൺ ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. 5x ഒരിക്കലും 2x ആവില്ല, 2x ഒരിക്കലും 5x ആവാൻ പോകുന്നില്ല. അതാ പെട്ടത് നമ്മൾ. അപ്പം രണ്ടാളി നേരത്തെ നമ്മൾ ഒരു ഇക്വേഷനാണ് മാറ്റം വരുത്തിയെങ്കിൽ ഈ ചോദ്യത്തിന് വേണ്ടി നമ്മൾ 2 ഇക്വേഷനുകളെയും മാറ്റം വരുത്തണം. നോക്കടാ, ഈ 5xനെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10x ആക്കുകയാണെങ്കിൽ ഈ 2xനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളും 10x ആവില്ലേ? അങ്ങനെ 2 കോമൺ ആയിട്ടുള്ള 10xകൾ വരുമല്ലോ. അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടി എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5xന് പകരം 10x, 2yക്ക് പകരം 4y, 20ക്ക് പകരം 40 എന്നും ചേർത്തുകൊണ്ട് ഞാൻ അയാളെ ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് എന്ത് ചെയ്യാണ് മക്കളെ? മാറ്റുകയാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ നോക്കടാ. രണ്ടാമത്തെ ഇക്വേഷനെ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോഴും 2x മാറിയിട്ട് 10x വരും. 3y മാറിയിട്ട് ആവട്ടടാ. എടാ അത് നോക്കണേ, ഞാൻ 9y എന്നാണ് വായിക്കാൻ തോന്നുന്നത്, 4 ആട്ടോ. 3y മാറിയിട്ട് ആര് വരും മക്കളെ? 15y വരും. അത് കഴിഞ്ഞ് 19 പകരം ആരാ വരേണ്ടത്? 19 × 5 ചെയ്ത് കിട്ടേണ്ട ആൻസർ 95 ആണ് അവിടെ വരേണ്ടത്, ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. വലിയ വാല്യൂസൊക്കെ കിടക്കുന്നത് താഴെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചോടാ? ഇക്വേഷൻ 2 - 1 ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെ 10xും 10xും ക്യാൻസൽ ചെയ്യപ്പെട്ടു. 15yയിൽ നിന്ന് 4y മൈനസ് ചെയ്യപ്പെട്ടാൽ ബാക്കി ഉണ്ടാവേണ്ടത് 11y ആണ്. 95ൽ നിന്നും 40 മൈനസ് ചെയ്ത് ബാലൻസ് അവിടെ ഉണ്ടാവേണ്ട ആൾ 55. y എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 55 ഡിവൈഡഡ് ബൈ 11 ആണ് ചെയ്യാനുണ്ടാവുക. 55 ഡിവൈഡഡ് ബൈ 11 വിച്ച് ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുക. ആകെ ആ 2 ഇക്വേഷൻ മാറ്റി എന്നുള്ള മാറ്റം മാത്രമല്ല, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആണോ? യാതൊരു മാറ്റവും അയാൾക്കുള്ളിലേക്ക് എന്ത് ചെയ്യാനില്ല, വരാൻ വേണ്ടിയിട്ട് ഇല്ല. ഇനി നമുക്ക് നോക്കി നോക്കാം. y മാത്രം കിട്ടിയാൽ പോരല്ലോ, ബാക്കി ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പുട്ടിങ് വാല്യൂ ഓഫ് y അല്ലേ? നോക്കാം. പുട്ടിങ് വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ. ഏത് ഇക്വേഷനിലും കൊടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒന്നാമത്തെ ഇക്വേഷൻ മതി എന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഒന്നാം സമവാക്യത്തിൽ വൈയുടെ വില നൽകിയാൽ എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണടാ? 5x + 2y = 20 എന്നല്ലേ? അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 5x + 2 × yക്ക് പകരം 5 കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 20. 5x + 10 = 20 അല്ലേ? 5x = 20 - 10. 5x = 10, x = 10 ഡിവൈഡഡ് ബൈ 5, x = 2 എന്നായിരിക്കും ഉത്തരം ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എടുത്തെഴുതാൻ വേണ്ടി മറക്കരുത്. വലിയ പാത്രത്തിൽ കൊള്ളുന്ന അളവ് എന്ന് പറയുന്നത് 5 ലിറ്ററാണ്. ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 ലിറ്ററുമാണ്. ഓക്കെ, അടുത്ത സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു ഏജ് റിലേറ്റ് ചെയ്ത് നമുക്കൊരു 3-4 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കിയാൽ തന്നെ ചാപ്റ്റർ മാക്സിമം സെറ്റ് ആവുന്നതാണ്. എന്നാൽ അതിലെ മേജർ എലമെൻസും കാര്യങ്ങളും ഒന്നും വിട്ട് കളയാൻ പറ്റാത്ത ആളുകളായതുകൊണ്ടാണ് ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നതാ പറഞ്ഞു പോരുന്നത്. അടുത്തത് ദ പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച്. അപ്പോൾ ആദ്യത്തെ ആൾ ഓറഞ്ചാണ്. ആൻഡ് 3 കിലോഗ്രാം ഓഫ് ആപ്പിൾ. രണ്ടാമത്തെ ആൾ ആപ്പിളാണ്. 520 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കിലോൻ്റെ പ്രൈസ് ഓഫ് 1 കിലോ എന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്തില്ല. പ്രൈസ് ഓഫ് ഓറഞ്ച് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുകയാണ്. അതേപോലെ പ്രൈസ് ഓഫ് രണ്ടാമത് പറയുന്നത് ആപ്പിൾ ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുക. ഓറഞ്ചിൻ്റെ വില സമം x, ആപ്പിളിൻ്റെ വില സമം y എന്ന് ഒറ്റയടിക്ക് എഴുതി വയ്ക്കുകയാണ്.
2 കിലോ ഓറഞ്ച് അല്ലേ, അപ്പോൾ 2x പ്ലസ് 3 കിലോ ആപ്പിൾ, അപ്പോൾ ആരായടാ 3y വിച്ച് ഇസ് ഈക്വൽ ടു 520 റുപ്പീസ്. ഇക്വേഷൻ നമ്പർ 1. അത് കഴിഞ്ഞിട്ട് 3 കിലോഗ്രാം ഓഫ് ഓറഞ്ച്, അപ്പോൾ ഞാൻ അയാളെ മാറ്റുന്നു 3x എന്ന് എഴുതുന്നു. പിന്നെ 2 കിലോഗ്രാം ഓഫ് ആപ്പിൾ, അയാളെ ഞാൻ 2y എന്ന് എഴുതുന്നു. എത്രയാടാ 480 രൂപ. ഇക്വേഷൻ നമ്പർ 2. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 2x ആണ് 3x ആണ്, കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. 3y ആണ് 2y ആണ്, കോമൺ ആയിട്ട് ആരുമില്ല. അടുത്തത് ഒരാളെ മാറ്റം വരുത്തിയാൽ മതിയോ? 2x 3x ആവുമോ? ഒരിക്കലും ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടാളെയും മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. സിമ്പിൾ അല്ലേ? ഈ കാണുന്ന 2xനെയും 3xനെയും കൂടി പിടിച്ചിട്ട് 6xൽ എത്തിക്കുന്നതാണ് അവരുടെ കോമൺ ആയിട്ടുള്ള ഏറ്റവും അടുത്തിട്ടുള്ള ആൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു മക്കളെ? ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആവുന്ന സമയത്ത് 2x മാറിയിട്ട് ആര് വരും ഇവിടെ? 6x വരും. 3y മാറിയിട്ട് 9y വരും. അതേപോലെ തന്നെ നമ്മളെ 520 എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും? 520 ഇൻറ്റു 3 ചെയ്ത് നോക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് 1560 1560 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ലൈക്ക് ദ സെയിം ഞാൻ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും തീരുമാനിച്ചു. 3x മാറുന്നു, 6x വരുന്നു. 2y മാറുന്നു, 6y ആവുന്നു. അല്ലടാ, അയ്യോ സോറി മക്കളെ, 2y ആയിരുന്നുണ്ടെങ്കിൽ അപ്പോൾ 4y ആവുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 480 ഇൻറ്റു 2 ആണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. ആൻസർ കിട്ടുക 960 ആണ്. ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം രണ്ടാളും കൂടെ. ഞാൻ ഇക്വേഷൻ 2 ഇയാളെ 3rd ഇക്വേഷൻ എന്ന് വിളിക്കുന്നുണ്ട്, ഇയാളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടടാ 4th ഇക്വേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ മക്കളെ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇയാളെ ഒരു 3rd and 4th ഇക്വേഷൻ ആക്കിയിട്ട് മക്കളൊന്ന് മാറ്റി വയ്ക്കാനുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പറ്റിട്ടുള്ളത് ഒന്ന് 3rd and 4th ഇക്വേഷൻ ആക്കിയിട്ട് അവരൊന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ചെയ്യാനുള്ളത് നമുക്ക് 3rd ഇക്വേഷൻ വലിയ വാല്യൂസൊക്കെ പ്രാവശ്യം മുകളിലാണ് കിടക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. 9y ഇതൊക്കെ വലിയ ആൾക്കാരൊക്കെ മുകളിലുള്ള. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ 3rd ഇക്വേഷനിൽ നിന്ന് 4th ഇക്വേഷൻ മൈനസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണ്. 6xൽ നിന്ന് 6x പോയാൽ ക്യാൻസലേഷൻ സംഭവിച്ചു. 9yയിൽ നിന്ന് 4y പോയാൽ ബാക്കി ഉണ്ടാവേണ്ട ആൾ എന്ന് പറയുന്നത് 5y ആണ്. ഇനി അവിടെ 1560 നിന്നും 960 മൈനസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 600 എന്ന് പറയുന്ന ആൻസർ കിട്ടും. y ഇസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 5. അങ്ങനെ വൈയുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 120 ആണെന്ന് കിട്ടും. 120 റുപ്പീസാണ്. ഇപ്പോൾ എഴുതേണ്ട ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആസ് യൂഷ്വൽ നമ്മൾ എഴുതുന്ന സ്ഥിരം പരിപാടി പുട്ടിംഗ് വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആയിക്കോട്ടെ, നോ മാറ്റർ, അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുന്നു. 2x + 3y = 520 എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ആണോ അല്ലയോ മക്കളെ? അത് 2xനെ അങ്ങനെ തന്നെ വെക്കുന്നു. 3yനെ ഞാൻ മാറ്റി എഴുതാണ് 3 × 120 വിച്ച് ഇസ് ഈക്വൽ ടു 520. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മാറ്റി എഴുതാണ്ടാവുക ആ 3 × 120 കേട്ടോ മാറ്റി എഴുതാണ്ടാവുക. വിച്ച് മീൻസ് 2x പ്ലസ് ആ 2 × 120 3 × 120നെ മാറ്റിയിട്ട് ഞാൻ 360 എന്ന് എഴുതുന്നുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 520. 2x ഇസ് ഈക്വൽ ടു 520 മൈനസ് 360. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ മൈനസ് ചെയ്യാനുണ്ടാവും? 520നെ മൈനസ് ചെയ്യാനുണ്ടാവും. 520യിൽ നിന്ന് 360 മൈനസ് ചെയ്യാനുണ്ടാവും. അങ്ങനെ ബാലൻസ് ആൻസർ വരേണ്ടത് 160 എന്നാണ്. x ഇസ് ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ 2. x ഇസ് ഈക്വൽ ടു 80. അങ്ങനെ പ്രൈസ് ഓഫ് ഓറഞ്ച് 80 രൂപയും പ്രൈസ് ഓഫ് ആപ്പിൾ 120 രൂപയും. ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും വില നിങ്ങൾ മാറ്റി അവിടെ എന്ത് ചെയ്യേണ്ട എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥലത്ത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നല്ല തുടങ്ങണത് ഇവിടെ തന്നെ വന്ന് അവസാനിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നമുക്കൊരു ഏജിൻ്റെ ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. ഒരു 1 മീറ്റർ ലെങ്ത്ത് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അയാളെ നോക്കണം. A wire 1 meter long is cut into 2 pieces, one which is bent into a square and other into an equilateral triangle. 3 times the side of square and 2 times the side of equilateral triangle makes 71 centimeter. What are the length of pieces? 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. എത്ര നീളത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള കമ്പി മുറിച്ചിരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
ആയിക്കോട്ടെ, വലിയൊരു വയറുണ്ടെന്ന് എന്തായാലും മനസ്സിലായി. 1 മീറ്റർ നീളമുള്ള ഒരു വയറുണ്ട്. ഈ 1 മീറ്ററിനെ ഇവിടെ മീറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തിൽ? ഇവിടെ 1 മീറ്റർ എന്ന് വിളിക്കുന്നുണ്ട്, ഇവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 1 മീറ്ററിന് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിൽ 1 മീറ്ററിനെ ഞാൻ 100 സെൻറ്റിമീറ്റർ എന്ന് വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കണം, ഈ ചോദ്യത്തിൽ 2 ഫിഗറുകളെ കുറിച്ച് പറയുന്നുണ്ട് മക്കളെ. ഒരു സമചതുരത്തെക്കുറിച്ചും പറയുന്നുണ്ട്, അതുപോലെ തന്നെ സമഭുജ ത്രികോണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മീൻസ് ഇംഗ്ലീഷ് മീഡിയക്കാരെ സംബന്ധിച്ച് എ സ്ക്വയർ ആൻഡ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, ഒരു സ്ക്വയർ ഇത് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഞാൻ അവരെ വരച്ചുകൊണ്ടാണ് അവരെ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നോക്കടാ, തൽക്കാലത്തേക്ക് ഇതായിക്കോട്ടെ സ്ക്വയർ. ഈ സ്ക്വയറിനെ സംബന്ധിച്ച സൈഡ് എക്സ് ആണെങ്കിൽ ഇയാൾ എക്സ് ആണ്, ഇയാൾ എക്സ് ആണ്, ഇയാൾ എക്സ് ആണ്, ഇയാൾ എക്സ് ആണ്. ഇതുപോലെ തന്നെ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇയാൾ വൈ ആണെങ്കിൽ ഇയാളും വൈ ആയിരിക്കും, ഇയാളും വൈ ആയിരിക്കും. അത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ മക്കളെ, ലെറ്റ് ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു വൈ. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം എക്സ് കോമ സമഭുജ ത്രികോണത്തിൻ്റെ വശം കോമ സമം വൈ ആണെങ്കിൽ എന്ന് എഴുതിയിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എടാ, ഒരു കമ്പി മുറിച്ചിട്ടാണ് ഈ കാണുന്ന രൂപവും ഈ കാണുന്ന രൂപവും ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര എക്സുകളുണ്ട്, 4 എക്സുകളുണ്ട്. അപ്പം 4 എക്സ് പ്ലസ് എത്ര വൈകളുണ്ട് മക്കളെ, 3 വൈ. ഇത് ചേർത്താൽ മക്കൾ കിട്ടേണ്ടത് കമ്പിയുടെ നീളമാണ്. ഞാനിവിടെ 100 എന്നാണ് എഴുതുന്നത് മക്കളെ. അത് എഴുതാനുള്ള കാരണം 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ്. ഓക്കെ എടാ, അതെന്താപ്പം അങ്ങനെ എഴുതാൻ കാരണം? അതങ്ങനെ എഴുതിയില്ലേ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഈ 71 സെൻറ്റിമീറ്ററിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനേക്കാളും നല്ലതല്ലേ സെൻറ്റിമീറ്ററിൽ വർക്ക് ചെയ്യുന്നത്, കാരണം നമ്മൾ മീറ്ററിലേക്ക് ആക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 ഏകകങ്ങളും 2 യൂണിറ്റുകളും ഒരുപോലെ വരുമ്പോഴാണല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഇതുവരെ ചെയ്യാത്ത ഒരാളെ ഇവിടെ ചെയ്യേണ്ടതെന്ന്. പോരാത്തതിന് ഇത് നമ്മളെ ഇക്വേഷൻ ആരും കൂടിയാണ് എടാ, 1ഉം കൂടെയാണ്. നമുക്ക് മറ്റൊരു സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്, 3 ടൈംസ് ദ സൈഡ് ഓഫ് സ്ക്വയർ. 3 ടൈംസ്, അപ്പോൾ എക്സിൻ്റെ 3 മടങ്ങ്, അപ്പോൾ 3x എന്ന് വിളിക്കാം, പ്ലസ് 2 ടൈംസ് ദ സൈഡ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഞാൻ അയാളെ 2x അല്ലേ, സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങ് അയാളെ ഞാൻ 2x എഴുതി. അങ്ങനെ കൂട്ടിയാൽ മക്കളെ നിങ്ങൾക്ക് കിട്ടുന്നത് 71 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയുന്ന രണ്ടാമത്തെ സമവാക്യമുണ്ട്. മക്കൾ നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ നമ്മൾ നേരിട്ട അതേ പ്രശ്നം, 4x 3x, പുതുവായിട്ട് അവരില്ല 3x 2x. അപ്പോൾ ഇവരെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ 4x എന്നുള്ള ആളെ 3x ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ. ആ ടെക്നിക്ക് ഇപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, അത്രയും ചോദ്യം നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ ഈ കാണുന്ന ഒന്നാമത്തെ സമവാക്യത്തെ ഞാൻ 3 കൊണ്ട് ഗുണിക്കാൻ തീരുമാനിക്കുന്നു, ഈ കാണുന്ന രണ്ടാമത്തെ സമവാക്യത്തെ ഞാൻ 4 കൊണ്ട് ഗുണിക്കാൻ തീരുമാനിക്കുന്നു. എടാ, നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞിട്ടുള്ള സാധനത്തെ സിംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ആളെ 6y കൊണ്ടുവരാം, പക്ഷേ ഞാൻ എപ്പോഴും എക്സ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഞാൻ അതാണ് എന്ത് ചെയ്യുന്നത്, മീൻസ് അതിൽ അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ അങ്ങനെയെന്നൊക്കെ ചിന്തിച്ചെടുക്കാൻ പാടില്ല. നമുക്ക് ഒറ്റ മെത്തേഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം മക്കളെ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന നമ്മൾ കാണുന്ന 4x പകരം അവിടെ വരേണ്ട ആൾ 12x എന്ന് പറയുന്ന ആളാണ്, പ്ലസ് 3y പകരം അവിടെ വരേണ്ട ആൾ എന്ന് പറയുന്നത് 9y ആണ്. 100 പകരം അവിടെ വരേണ്ട ആൾ 300 ആണ്. അയാൾ ഇക്വേഷൻ നമ്പർ 3 ആണ് മക്കളെ. ശരി, ഇനി രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അവിടെ വരേണ്ട ആൻസർ 12x ആണ്. 2x പകരം 8. എടാ, ഇവിടെ ഒരു വൈക്ക് പകരം ഞാൻ എന്ത് എഴുതിയിട്ട് എക്സ് എന്ന് എഴുതിയിട്ട് കേട്ടോ, 8y ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 71 ഇൻറ്റു ആരെ ചെയ്യാനുണ്ടാവും, നമുക്ക് 4 ചെയ്യാനുണ്ടാവും. 71 ഇൻറ്റു 4 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 284. അയാളാണ് ഇക്വേഷൻ നമ്പർ 4. വലിയ ആൾക്കാരൊക്കെ അങ്ങ് മുകളിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല, മുകളിൽ നിന്ന് താഴത്തേക്ക് മൈനസ് ചെയ്യാം. നോക്കടാ, ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4, 12x ക്യാൻസലായി. 9y 8y പോയാൽ ബാക്കി ഉണ്ടാവേണ്ട ആൾ എന്ന് പറയുന്നത് വെറും y ആണ് മക്കളെ. 300 നിന്നും കുറയ്ക്കാനുള്ളത് 284 അവിടെ ഉണ്ടാവേണ്ട ആൾ 16 ആണ്. അപ്പം ഞാൻ y = എന്ത് എന്ന് എഴുതുന്നുണ്ട്, 16 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നേരത്തെ എഴുതിയ പോലെ പുട്ടിങ് വാല്യൂ ഓഫ്, നമ്മൾ സ്ഥിരം എഴുതുന്ന പരിപാടി, പുട്ടിങ് വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1 തന്നെ കേട്ടോ കൊടുക്കണം മക്കളെ.
വൈയുടെ വില ഒന്നാം സമവാക്യത്തിൽ നൽകിയാൽ എന്താണ് ഈ ഒന്നാം സമവാക്യം? നമുക്ക് എഴുതാം 4x + 3y = 100 എന്നാണല്ലോ. ഈ 4xന് ഞാൻ അതുപോലെ തന്നെ വെക്കുന്നു, പ്ലസ് 3y 3 × 16 = 100. 4x + 3 × 16 3 × 16 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 48 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 100. 4x = 100 - 48 നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ 4x = 52 എന്ന് കിട്ടും. എടാ അതും അവസാനിച്ചിട്ടില്ല നമ്മളെ സ്റ്റെപ്പ്. എടാ ബാക്കി വരുന്നത് ഞാൻ കുറച്ച് സ്ഥലം ഉണ്ടാക്കി ഇവിടെ അങ്ങോട്ട് ഒപ്പിച്ചെഴുതുകയാണേ. നോക്കിയോ മക്കളെ, 4x = 52 എന്ന് പറയുന്ന സ്റ്റെപ്പിൽ x = 52 / 4 എന്നാണ് അവിടെ വരേണ്ടത്. അങ്ങനെ ആവുന്ന സമയത്ത് എക്സിൻ്റെ ആൻസർ നമുക്ക് കിട്ടും 13 ആണെന്ന്. ശ്രദ്ധിക്കണം, ഈ എക്സും വൈയും അല്ല കേട്ടോ നമുക്ക് വേണ്ടത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ ഒരു വശം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഇയാൾ 13 ആണ്, ഇയാൾ 13 ആണ്, ഇയാൾ 13 ആണ്, ഇയാൾ 13 ആണ്. വൈ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 16. അപ്പോൾ ഇയാൾ 16 ആണ്, ഇയാൾ 16 ആണ്, ഇയാൾ 16 ആണ്. അപ്പോൾ ഏത് നീളത്തിലാണ് കമ്പികൾ മുറിച്ചിട്ടുള്ളതെന്നാണ് മക്കളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കമ്പികൾ മുറിച്ച നീളം സമം എന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, ലെങ്ത് ഓഫ് പീസസ് എന്ന് എഴുതിയിട്ട് മക്കൾ എന്ത് ചെയ്യണടാ? നമ്മൾ 4x = 4 × 13 എത്രയാണെന്ന് വെച്ചാൽ ആ വാല്യൂ എഴുതണം. അതുപോലെ തന്നെ 3y = 3 × y പകരം 16 കൊടുത്തിട്ട് ആ വാല്യൂ എത്രയാണെന്ന് കൂടെ മക്കൾ എന്ത് ചെയ്യണടാ? അവിടെ എഴുതി വെക്കണം. ഓക്കെ, ശരി. അടുത്തത് ഈ പാറ്റേണിൽ ഒറ്റ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ളൂ കേട്ടോ. നമ്മളെ ഏജുമായി ബന്ധപ്പെട്ട സിമ്പിൾ സാധനമാണ്, വളരെ സിമ്പിൾ സാധനമാണ്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഏജ് ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഫോർ എനിവൺ. ആർക്കും ഏജ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാറ്റം വരാത്ത കാര്യമല്ല. ഈ ചോദ്യങ്ങളൊക്കെ 2 കാലഘട്ടം പറയും. സിമ്പിൾ പരിപാടിയാണ്. ഒന്ന് നോക്കി വയ്ക്കാം എങ്ങനെയാണ് അയാളെ ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. 4 വർഷം മുന്നത്തെ കാര്യം ആയിക്കോട്ടെ, അതിൻ്റെ മുന്നേ ഇപ്പോഴത്തെ കാര്യം നോക്കി വെക്കാം. റഹീമും ഉണ്ട്, രാമും ഉണ്ട്. 4 കൊല്ലം മുന്നത്തെ 5 കൊല്ലം മുന്നത്തെ കാര്യമൊക്കെ അവിടെ കിട്ടാം. തൽക്കാലം വരെ ഇപ്പോഴത്തെ കാര്യം നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോഴത്തെ വയസ്സ്, ഏജ് ഓഫ് റഹീം, ആദ്യം പറയുന്ന റഹീമിൻ്റെ പ്രായത്തെ എക്സ് എന്ന് വിളിക്കുകയാണ്. ഏജ് ഓഫ് രാമുവിനെ ഞാൻ വൈ എന്നും വിളിക്കുകയാണ്. ബാക്കിയൊക്കെ പിന്നെ അവരുടെ ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലെ ഏജ് നമ്മളെ കാലഘട്ടങ്ങളിൽ നോക്കാം. 4 years ago, 4 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഴുതുന്നു കേട്ടോ ഞാൻ. 4 years ago ആ ഹെഡിങ് അതുപോലെ തന്നെ കൊടുത്തെഴുതുക. 4 വർഷങ്ങൾക്ക് മുമ്പ്. 4 വർഷം മുന്നത്തെ എന്തോ കാര്യം ഇവർ പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ, അവിടെ കട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പല്ലട്ടോ, 4 വർഷം മുന്നേ എന്തായാലും ഏജ് ഓഫ് റഹീം എന്ന് പറയുന്നത്, റഹീമിൻ്റെ പ്രായം എന്ന് പറയുന്നത് എക്സ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 4 വയസ്സ് കുറവായിരിക്കും. ആണോ അല്ലയോ? ഏജ് ഓഫ് രാമു എന്ന് പറയുന്നതോടെ രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഇപ്പോൾ വൈ പ്രായം ഉണ്ടെങ്കിൽ, വൈ വയസ്സാണുള്ളതെങ്കിൽ വൈനേക്കാൾ 4 വയസ്സ് കുറവായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. റഹീംസ് ഏജ് വാസ് 3 times ദാറ്റ് ഓഫ് രാമൂസ് ഏജ്. അല്ലേ, രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു ആരുടെ പ്രായം? റഹീമിൻ്റെ പ്രായം. രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 3 times ഏജ് ഓഫ് രാമു. അപ്പോൾ രാമുവിൻ്റെ പ്രായത്തിൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്താലാണ് നിങ്ങൾക്ക് ആരെ കിട്ടുക? റഹീമിൻ്റെ ഏജ് കിട്ടുക എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ ഉണ്ടാവുക? x - 4 = 3 × y - 4 എന്നാണ് വരിക. രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ് ഈ 3 times ഓഫ് രാമൂസ് ഏജ്. നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് അവിടെ ഓപ്പൺ ചെയ്യണം. ഈ x - 4 അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ മക്കളെ, ശ്രദ്ധിക്കണടാ. 3 × y ഞാൻ മാറ്റിയിട്ട് 3y എന്ന് എഴുതുന്നുണ്ട്. അടുത്ത ആൾ 3 × 4 ആയിരുന്നെങ്കിൽ എഴുതേണ്ടത് 12 എന്നുള്ള ആൻസറാണ്. -4 ആയതുകൊണ്ട് ഞാൻ എഴുതേണ്ട ആൻസർ ആരാടാ? 3 × -4നെ -12 എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ഒരേ സമയം 2 ചേഞ്ചസ് വരുത്തുന്നുണ്ടാ. ഈ 3y കൊണ്ടുപോയിട്ട് ഇപ്പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അയാൾ -3y ആവും. ഈ -4നെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് ഇടുന്നുണ്ട്, അയാൾ +4 ആവും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ഉണ്ടാവുക? ഞാനൊന്ന് എഴുതി കാണിക്കാൻ നോക്കടാ. x - 3y = -12 + 4 which is equal to x - 3y = -12 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -8. ഇയാളാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇങ്ങനെ നെഗറ്റീവ് ടേംസ് ഒന്നും ഇന്നേ വരെ നമ്മളിപ്പോൾ കുറച്ചായി ഈ ചാപ്റ്ററുമായിട്ട് ഡീൽ ചെയ്യുന്നു. പക്ഷേ ഇതുവരെയുള്ള ചോദ്യങ്ങളിലൊന്നും നമ്മൾ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ല. നോ മാറ്റർ, അയാൾ നമുക്കൊന്ന് നോക്കി വെക്കാം. എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആളുകളെ നടപടിയാവുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാമല്ലോ. ശരിയടാ, ബാക്കി അടുത്ത കാലഘട്ടം പറയുന്നുണ്ട് അവർ ക്വസ്റ്റ്യനിൽ. ആഫ്റ്റർ 2 years, ഇനി 2 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 വർഷത്തിന് ശേഷം ഓരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എന്തായാലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ 2 വയസ്സ് അവർക്ക് കൂടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാനത് എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു.
ആഫ്റ്റർ 2 years, 2 വർഷങ്ങൾക്ക് ശേഷം. നോക്കടാ, അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം ദിസ് വുഡ് ബി 2 times. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കണക്ഷൻ ഒരു സെക്കൻഡ്, അതിൻ്റെ മുന്നേ ഏജ് ഓഫ് ദ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഏജ് ഓഫ് റഹീം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എക്സ് വയസ്സുള്ള ആൾക്ക് 2 വയസ്സ് കൂടിയിട്ടുണ്ടാവും. ഏജ് ഓഫ് രാമു എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ 2 വയസ്സ് കൂടിയിട്ടുണ്ടാവും. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. നിങ്ങൾ നേരത്തെ പറഞ്ഞ 3 മടങ്ങിൻ്റെ ഒരു ടോപ്പിക്കല്ലേ മക്കളതാ, 3 മടങ്ങാവും എന്ന് പറഞ്ഞ കണക്ഷനില്ലേ, അത് പ്രാവശ്യം 2 മടങ്ങായിട്ട് മാറുന്ന പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് എഴുതാം x+2 = 2 × y+2 എന്ന് ഞാൻ എഴുതി. സിമ്പിളായിട്ട് സോൾവ് ചെയ്തെടുക്കാം. x+2 അങ്ങനെ തന്നെ വെക്കുന്നു. 2 × y-നെ 2y എന്ന് എഴുതുന്നു. 2 × 2 ആരാണടാ, 4 ആണ്. നേരത്തെ അതേ റീഅറേഞ്ച്മെൻറ്റ്, ഇയാൾ അങ്ങോട്ടും അയാൾ അങ്ങോട്ടും കൊണ്ടുപോയി ഇടുന്നു കേട്ടോ. x - 2y = 4 - 2. x - 2y = 2 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവിടാ, എക്സ് എന്ന് പറയുന്ന ഒരു ടേമും ഇവിടെ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു ടേമും ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിവിടെ കോമൺ ആയിട്ട് ആളുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ദേ ആർ സോ ഈസി ടു സോൾവ്. നമ്മൾ ഒരു ഇക്വേഷൻ പിടിച്ച് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ടൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാണുന്ന ഇക്വേഷനെയും നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനും ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, നോക്കാം. അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അയാളെ മറ്റൊരു പേജിലേക്ക് ഒന്ന് മാറ്റി കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ മക്കളെ. ഇയാൾ ഇക്വേഷൻ നമ്പർ 1 ഇവിടെ, ഇക്വേഷൻ നമ്പർ 2 ഇതാ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട് അവിടെ, ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്കോ താഴത്തുനിന്ന് മുകളിലേക്കൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടമാണ് നമ്മളെന്ത് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണല്ലോ. നമുക്ക് സോൾവ് ചെയ്തൊരു ആൻസർ കിട്ടാത്തൊരു സാഹചര്യത്തിൽ മാറ്റിയാൽ മതിയല്ലോ. ഞാൻ എന്തായാലും മുകളിൽ താഴത്തേക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇക്വേഷൻ 1 - 2 സോൾവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്കറിയാം എക്സ് പോയാൽ അവിടെ ക്യാൻസലേഷൻ സംഭവിച്ചു. നമ്മൾ ആവശ്യം നടന്ന് കിട്ടി എന്തായാലും. ഓക്കെ, ഇനി അടുത്തത് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കാൻ കേട്ടോടാ. അവിടെ ഒരു -3y ഉണ്ട്, അതേപോലെ ഒരു -2y ഉണ്ട്. അവരെ തമ്മിൽ എന്ത് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്, മൈനസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ ശ്രദ്ധിക്കടാ, ഈ കാണുന്ന മൈനസ് ഓഫ് മൈനസ് ആരായിട്ട് മാറും, ഇവിടെ പ്ലസ് ആയിട്ട് മാറും. അപ്പം -3y + 2y എന്നായിരിക്കും മക്കൾക്ക് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. -3 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ -1 ആണ്. അതുകൊണ്ട് തന്നെ y അവിടെ ഉണ്ടാവും -1y. ഈ -1y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആരാണടാ, -y ആണ്. ഞാൻ ആ -y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഭാഗം. ഓരോ സ്റ്റെപ്പും ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൗട്ട് വരും, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അവിടെ ഒരു -8 ഉണ്ട്, ഒരു 2 ഉണ്ട്. ഇവർ തമ്മിൽ മൈനസ് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. -8 - 2 = -10. ഓക്കെ, അപ്പം ഞാനിവിടെ -10 എന്ന് കൊടുക്കുക. മക്കളെ -y -10 ആണ്. അങ്ങനെയാണെങ്കിൽ y ആരായിരിക്കും? സിമ്പിൾ ഉത്തരം 10 ആയിരിക്കും ഉണ്ടാവുക. ഒരാളുടെ പ്രായം നമുക്ക് കിട്ടി. ഇനി നമുക്കത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ടിങ് വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ. ഞാൻ ആ രണ്ടാമത്തെ ഇക്വേഷൻ സെലക്ട് ചെയ്തു. -1 ടേം വേണ്ട വെച്ചിട്ടാട്ടോ ഇക്വേഷൻ 2 സെലക്ട് ചെയ്യുകയാണ്. വൈയുടെ വില രണ്ടാം സമവാക്യത്തിൽ നൽകിയാൽ, അങ്ങനെയാണെങ്കിൽ x - 2y = 2 എന്നാണല്ലോ. ഈ എക്സ് അങ്ങനെ ഇരിക്കട്ടെ, -2 × y പകരം 10 കൊടുക്കുന്നു, which is equal to 2. x - 20 = 2, where x is equal to 2 + 20. മക്കളെ x അങ്ങനെ എത്രയാണെന്ന് കിട്ടുകയാണടാ, 22 ആണ് എന്നുള്ള ഉത്തരം നമുക്കങ്ങനെ അവിടുന്ന് സോൾവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഏജിൻ്റെ ഭയങ്കര ടഫാണെന്ന് പറയുന്ന ചോദ്യം. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ പ്രായം കിട്ടി. ഒരാൾക്ക് 10 വയസ്സ്, ഒരാളുടെ 22 വയസ്സ്. അപ്പോൾ എക്സ് ആരുടെ വയസ്സാണ്, വൈ ആരുടെ വയസ്സാണെന്ന് അവസാനം എടുത്തെഴുതാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സിമ്പിൾ. 1, 2, 3, 4,
ആറോളം ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്ററിൻ്റെ ഒറ്റ തവണ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി എക്സാമിന് നോക്കിയാൽ മതിയുള്ളത് അത്ര. അപ്പോൾ ഈവൻ ഇഫ് ഇതിൻ്റെ ഈ കാണുന്ന വീഡിയോൻ്റെ ലെങ്ത്ത് ശകലം കൂടിപ്പോയാലും മക്കൾ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ കാണണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തു വെച്ചിട്ടുള്ളത്. നോക്കടാ, the difference of two smaller angles of right triangle is 20. Calculate all three angles. ഒരു മട്ടത്രികോണത്തിൻ്റെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20, അതിൻ്റെ കോണുകൾ 3 കണക്കാക്കുക. ശരി, നോക്കാം. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ലെവലിൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എടാ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചോട്ടെ മക്കൾ. ഈ കാണുന്ന റൈറ്റ് ട്രയാങ്കിളിൽ ഒരു ആംഗിൾ എന്തായാലും 90 ആയിരിക്കുമല്ലോ. ഇത് കൂടാതെ മറ്റ് 2 ആംഗിളുകളുണ്ട്. ഞാൻ ഒരാളെ എക്സ് എന്നും വേറൊരാളെ വൈ എന്നും വിളിക്കുകയാണ്. ലെറ്റ് സ്മോളർ ആംഗിൾസ് ഈക്വൽ ടു, നോക്കടാ, സ്മോളർ ആംഗിൾസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ. ചെറിയ കോണുകൾ സമം എക്സ് വൈ ആണെന്ന് വിചാരിച്ചോളൂ. ഇവർ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണെടാ വ്യത്യാസം? വിച്ച് മീൻസ് ഡിഫറൻസ് 20 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി മക്കളെ, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20. ഒരു ഇക്വേഷന് വേണ്ടി മാത്രമുള്ള സ്കോപ്പ് അവിടെ തന്നിട്ടുള്ളൂ. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിൾ പരിപാടിയാണ്. എടാ, ഇതും ഒക്കെ കൂടി കൂട്ടിയാൽ 180 ആണ്. ആ 180ൽ ഇയാൾ തന്നെ 90. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ രണ്ടാളും കൂടി കൂട്ടി എത്ര കിട്ടുക? അതും 90. 3 കൂടി കൂട്ടിയാൽ 180. അതിൽ ഇയാൾ മാത്രം 90 ആണെങ്കിൽ ബാക്കി 2 ചെറിയ ആൾക്കാരെ കൂട്ടിയാൽ വരേണ്ട 90. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുക മക്കളെ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90. അയാൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനായി. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി മോർ ഈസി, കാരണം അവിടെ കോമൺ ആയിട്ടുള്ള ടേംസ് ഉണ്ട്. വലിയ ടേംസൊക്കെ താഴത്താ കിടക്കണം. മൈനസ് ചെയ്യാം. ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാനാണ് പ്രാവശ്യം എന്ത് ചെയ്യുന്നതാ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കി നോക്കണം, എക്സ് എക്സ് പോയി, അവിടെ ഇനി ആരും ബാക്കിയില്ല. അടുത്ത ആളെ ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു പ്ലസ് വൈ ഉണ്ട്, അവിടെ ഒരു മൈനസ് വൈ ഉണ്ട്. ഇവരെ തമ്മിൽ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കടാ, ഈ പ്ലസ് വൈനെ നമുക്ക് വൈ എന്ന് വിളിക്കാം. ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവുന്നു, അവിടെ പിന്നുള്ളത് വൈ ആണ്. അപ്പോൾ വൈ പ്ലസ് വൈ 2y ആണ് അവിടെ ഉണ്ടാവുക. ശ്രദ്ധിക്കണം, അയാളെ വൈ മൈനസ് വൈ എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് മക്കൾ മണ്ടത്തരം ചെയ്യരുത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. 90ൽ നിന്ന് 20 മൈനസ് ചെയ്ത് 70, വേർ വൈ ഇസ് ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ 2, വൈ ഇസ് ഈക്വൽ ടു 35 ഡിഗ്രി. ഇതാണ്, അല്ലെങ്കിൽ 35 എഴുതിയാൽ തൽക്കാലത്തേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വാല്യൂ പ്ലേസ് ചെയ്യണം. അപ്പോൾ പുട്ടിങ് വാല്യൂ ഓഫ് വൈ ഇൻ ഇക്വേഷൻ ഏതാണടാ? ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. ഒന്നാം സമവാക്യത്തിൽ വൈയുടെ വില നൽകിയാൽ, അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20 ആണോ അല്ലേ മക്കളെ? എക്സ് എനിക്ക് അറിഞ്ഞൂടാ, വൈക്ക് പകരം 35 കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 20. അങ്ങനെയാണെങ്കിൽ എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള 20ൻ്റെ അടുത്തേക്ക് 35 എടുക്കുമ്പോൾ പ്ലസ് 35 എന്നെന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അങ്ങനെ എക്സ് ഇസ് ഈക്വൽ ടു 55 എന്ന് പറയുന്ന ഫൈനൽ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇത് നോക്കാം അടുത്ത കേട്ടോ. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? ആയിക്കോട്ടെ, 2 സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് എന്തായാലും ഒരു സംഖ്യ ഉണ്ട്. ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തതിൻ്റെ 2 മടങ്ങും രണ്ടാമത്തതിനോട് 20. അപ്പോൾ രണ്ടാമത്തെ ഒരു സംഖ്യ ഉണ്ട് കേട്ടോ. 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തതിൻ്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ എന്തായാലും 2 നമ്പർ ഉണ്ട്. നമുക്ക് എഴുതി തുടങ്ങാം. ലെറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ. സംഖ്യകൾ സമം എക്സ് വൈ ആണെങ്കിൽ നോക്കടാ, 11 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ. അപ്പോൾ ഈ കാണുന്ന എക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ കൂടെ 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ട്വൈസ് രണ്ടാമത്തെ നമ്പറിൻ്റെ ഡബിൾ. അപ്പോൾ എക്സ് പ്ലസ് 11 എന്ന് പറയുന്നത് ആരാണടാ? എക്സ് പ്ലസ് 11 ഈസ് ഈക്വൽ ടു 2y. ഇതാണ് 2 സംഖ്യകൾ. ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തതിൻ്റെ 2 മടങ്ങ്. അതാണ് നമ്മളിവിടുത്തെ ഇക്വേഷൻ 1 എന്ന് വിളിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എടാ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലല്ല അവിടെ ഉള്ളത്. നമ്മൾ ആദ്യം എക്സ് പിന്നെ വൈ പിന്നെ നമ്പർ എന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് ഇയാളെ മാറ്റി എഴുതുന്നുണ്ട്. മക്കൾ നോക്കി വെക്കണം. എക്സ് ആ 2y അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് 2y ആയി, വിച്ച് ഇസ് ഈക്വൽ ടു 11 അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ മൈനസ് 11 ആയി. അയാളാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നത്. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നമ്മൾ കണ്ട് ശീലിച്ച ഒരു ഫോർമാറ്റിലേക്ക് അയാൾ മാറണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കി നോക്കാം.
രണ്ടാമത്തതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തതിൻ്റെ 2 മടങ്ങും കിട്ടി. ഒന്നാമത്തതിൻ്റെ 2 മടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x ആണ്. 2x കിട്ടിയത് എപ്പോഴാണ് മക്കളെ? രണ്ടാമത്തതിനോട് 20 കൂട്ടിയപ്പോൾ. അപ്പോൾ y+20 ചെയ്തപ്പോഴാണ് ഈ കാണുന്ന 2x കിട്ടിയതെന്ന് പറയുന്നു. അതും ഞാൻ നമുക്ക് പരിചയമുള്ള നമുക്ക് ശീലമുള്ള ഫോർമാറ്റിലേക്ക് ഞാനൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. 2x മൈനസ് y = 20. അയാളാണ് ഇവിടുത്തെ ഇക്വേഷൻ നമ്പർ 2. മക്കളെ നോക്കിയാൽ മനസ്സിലാവും ദർ ആർ നോ കോമൺ ടേംസ് ഹിയർ അല്ലേ? കാരണം ഒരു സ്ഥലത്തുള്ള ആളുടെ 2x ആണ്, വേറൊരു സ്ഥലത്തുള്ള ആൾ x ആണ്, ഇവിടെ ഉള്ളത് y ആണ്, ഇവിടെ 2y. അപ്പോൾ സോ തൽക്കാലത്തെ ക്യാൻസലേഷൻ നടക്കുക. ബട്ട് സിമ്പിളാണ്. ഈ കാണുന്ന 2x പോലെ ഒരാളെ ആക്കി മാറ്റാൻ അല്ലേ, ഈ എക്സിനെ നമുക്ക് അതുപോലെ ഒരാളാക്കി മാറ്റേണ്ട ആവശ്യകതയുള്ളൂ. ഒന്നാമത്തെ ഇക്വേഷന് മാത്രം മാറ്റം വരുത്തിയാൽ മതി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ് മാറി അവിടെ 2x വരും മക്കളെ, 2y മാറിയിട്ട് 4y വരുവാടാ, ആൻഡ് -11 മാറിയിട്ട് ആര് വരുവാടാ? -22 വരും. അയാളാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 3. അതിൻ്റെ താഴത്തേക്ക് ഞാൻ സെക്കൻഡ് ഇക്വേഷന് കൊണ്ടുവരികയാണ്. 2x മൈനസ് y = 20 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനെ കൊണ്ടുവരുന്നു. നമുക്ക് സിമ്പിളല്ലേ? അവിടുന്ന് 2x എടുത്ത് കളയാൻ നമുക്ക് ക്യാൻസലേഷനിലേക്ക് വരാം. ഞാൻ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും മൂന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ കുറച്ചാലൊക്കെ ഇവിടെ സെയിം സാധനം സംഭവിക്കാൻ വേണ്ടി പോണു. ഒരു മാറ്റമില്ല, എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ 3 - 2 ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ലാഭം നെഗറ്റീവ് നമ്പറൊക്കെ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ഇന്ന ആളിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് ഇല്ലാണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 2xൽ നിന്ന് 2x പോയാൽ അവിടെ ക്യാൻസലേഷൻ സംഭവിച്ചു. പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല. നോക്കണം, അടുത്ത ശകലം ചൊറയാണ്, ശ്രദ്ധിച്ചു വെച്ചോ. അവിടെ ഒരു -4y ഉണ്ട്, ഒരു -y ഉണ്ട്. ഇവ തമ്മിൽ മൈനസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. -4y അതുപോലെ തന്നെ താഴത്തേക്ക് എഴുതി മക്കൾ. ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവുന്നു, y ആണ്. -4 + y അയാൾ ആരാ വരേണ്ടത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ -4y + 1y ആണ്. അപ്പോൾ നിങ്ങൾ ഈ വൈനെ തൽക്കാലത്തേക്ക് മറക്കുക. -4 + 1 ആരാന്നുള്ളത് നോക്കുക. -3 ആണ്. അതുകൊണ്ട് -3y എന്ന് പറയുന്നതാണ് അവിടെ വരേണ്ട ആൻസർ ആയിട്ട് ഉണ്ടാവുന്ന ആൾ. വിച്ച് ഇസ് ഈക്വൽ ടു അതുപോലത്തെ കോംപ്ലിക്കേഷൻ അടുത്ത സ്റ്റെപ്പിലും പറയേണ്ടത്. നോക്കടാ, അവിടെ ഒരു -22 ഉണ്ട്, ഒരു 20 ഉണ്ട്. ഇവ തമ്മിൽ മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്. -3y = -42 എന്ന് പറയുന്ന റിസൾട്ടിലേക്കാണ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പോയി എത്തേണ്ടത്. അങ്ങനെ ആവുന്ന സമയത്ത് -3y = -42. യെസ്, അങ്ങനെയാണെങ്കിൽ 3y = 42 എന്ന് എനിക്ക് എഴുതാം. കാരണം -3y -42 ആണെങ്കിൽ 3y എന്ന് പറയുന്നത് 42 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്ന ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 42 / 3 ചെയ്താൽ മതിയല്ലോ. 42 / 3 വിച്ച് ഇസ് y = 14 എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമുക്ക് പോയി നിൽക്കാൻ വേണ്ടി പറ്റും. 14 വിൽ ബി ദ ഫൈനൽ റിസൾട്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പരിപാടി പുട്ടിങ് value of y in equation 1. ഒന്നാമത്തെ ഇക്വേഷൻ x -2y = -11. എടാ, ഞാൻ ഇതുകൊണ്ട് സെലക്ട് ചെയ്തതുകൊണ്ട് ഇയാളെ കൊണ്ട് എടുത്ത് ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ഇയാളെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. സെക്കൻഡ് ഇക്വേഷൻ സിമ്പിൾ ആണെങ്കിൽ അയാളെ ചെയ്താൽ മതി. ഞാൻ 1 കൂടെ എഴുതി പോയതാണ്, സോറി. അങ്ങനെയാണെങ്കിൽ x നമുക്ക് അറിഞ്ഞൂടാ. x -2 × y പകരം ഞാൻ ആരെ കൊടുക്കുകയാണ്? 14 കൊടുക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു -11. x ഈ -2 × 14 ചെയ്ത് കഴിഞ്ഞ് കിട്ടേണ്ട ആൻസർ -28 വിച്ച് ഇസ് ഈക്വൽ ടു -11. x ഇസ് ഈക്വൽ ടു -11 + 28. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അവിടെ ചെയ്യാനുണ്ടാവുക. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് വരേണ്ട ആൻസർ x ഇസ് ഈക്വൽ ടു 17 എന്ന് പറയുന്ന ആൻസറിലേക്കാണ് നമ്മൾ പോയിട്ട് എത്തുന്നുണ്ടാവുക. ഓക്കെ, 17 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. നമ്മൾ നോക്കി നോക്കടാ, 11 ആഡഡ്, ആ ചോദ്യത്തിൻ്റെ രീതി നോക്കുക. 11 ആഡഡ് ടു എ നമ്പർ ഗിവ്സ് 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 അല്ല 17 കൂടെ 11 ചെയ്താൽ 11 ആഡ് ചെയ്താൽ കിട്ടാൻ 28 എന്ന് പറയുന്നത് ഇയാളുടെ ആരാണ് മക്കളെ? ഡബിളാണ്. അങ്ങനൊരു സാധനം നമുക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തൊക്കെ നോക്കാം. ഇത് ശരി തന്നെയല്ലേ, ഈ പറഞ്ഞ ഉത്തരം കറക്റ്റ് അല്ലേ എന്നൊക്കെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് മാത്രം. ഓക്കെ, ഇനി ബാക്കിലേക്ക് വരാം. അടുത്തതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും അയാളെ ചോദിച്ചു വരുന്നുണ്ട്. എടാ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ. പ്രൈസ് ഓഫ്
17 ട്രോഫി സെയിം മോഡലാണ്. ഞാനത് ചെയ്യുന്നില്ല, അത് മക്കൾ ചെയ്ത് നോക്കണം. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വാല്യൂസ് ഒക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. 2110 പോലത്തെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേക്കണം. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, മക്കളൊന്ന് മസ്റ്റായിട്ടും ചെയ്തു നോക്കണം. ആൻസേഴ്സ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് എഴുതിയിട്ട് ഗ്രൂപ്പിൽ മക്കൾക്ക് അയച്ചു തരികയും ചെയ്യാം. ഓക്കെ, എടാ കുറച്ച് അധികം സമയമായി നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഈ ചോദ്യവും കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഏതാണ്ട് ഒരു 95% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതല്ല, ടെക്സ്റ്റ് ബുക്കിൽ മറ്റേതെങ്കിലും ചോദ്യം പഠിക്കുന്ന സമയത്ത് മക്കൾക്ക് ഡൗട്ട് വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് മക്കൾ എന്ത് ചെയ്യണടാ, മെസ്സേജ് ചെയ്യണം. മോറോവർ അതിൻ്റെ കൂടെ ആ നമ്പർ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8921594260 ഈ നമ്പർ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ കൊടുത്തു വയ്ക്കാം. എടാ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മക്കൾക്ക് 8, 9, 10 ക്ലാസ്സുകളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ഏത് ക്ലാസ്സിലേക്കാണോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാണുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്തിടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് തൽക്കാലത്തേക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കേടാ, ഞാൻ പറഞ്ഞത് മറന്നുകൊണ്ട് ഇനി അതല്ല ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ഇറ്റ് ആസ് കമൻറ്റ്, ആ സാധനം കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. അതല്ല ഇനി വാട്സപ്പിൽ പേഴ്സണലി മക്കൾക്ക് അങ്ങനെ പഠിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ മക്കൾക്ക് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ശരി. എടാ നിങ്ങൾക്ക് ക്ലാസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് വരണം. ഓക്കേടാ, ഒന്ന് വീഡിയോ അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ ഇസ് 11. ഒരു 2 ഡിജിറ്റ് നമ്പർ, ഇതൊരു നെക്സ്റ്റ് ചോദ്യം. ഈ പാറ്റേൺ ഒരു ക്വസ്റ്റ്യനും കൂടി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാനിത് പറയുമ്പോൾ ആ ചോദ്യം കൂടെ മക്കൾക്ക് മനസ്സിലാവും. എടാ ഒരു 2 ഡിജിറ്റ് നമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു റെഫറൻസ് എടുക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇവിടെ ഞാൻ എടുക്കുന്ന റെഫറൻസ് മക്കൾ നോക്കി നോക്കണം. 47 എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ട് എന്ന് വിചാരിച്ചു. ഈ 47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 4 × 10+7 ആണ്. അപ്പം ഞാൻ ഈ കാണുന്ന 4-ന് പകരം എക്സും 7-ന് പകരം വൈ എന്ന് വിളിക്കുകയാണെങ്കിൽ അയാൾ ഉണ്ടാവുക x × 10+y എന്നാണ്. മറ്റൊരിടത്ത് പറഞ്ഞാൽ 10x+y എന്നാണ് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊരു 2 ഡിജിറ്റ് നമ്പറിൻ്റെയും ഒരു ജനറൽ ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ആരുപയോഗിക്കാം, ഈ 10x+y വിളിക്കാം. ലെറ്റ് 2 ഡിജിറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു 10x+y. രണ്ടക്ക സംഖ്യ സമം 10x+y. അവിടെ ഇരിക്കട്ടെ. ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. ഇതിൽ ഡിജിറ്റ്സ് കൂട്ടിയാലേ കഴിഞ്ഞാൽ 4ഉം 7ഉം കൂട്ടിയാൽ 11 ആണല്ലോ. അതേപോലെ ഇവിടെ നമ്മൾ വിളിച്ചിട്ടുള്ള എക്സും വൈയും കൂട്ടിയാൽ കിട്ടേണ്ട ആൾ 11 ആണെന്ന് അവർ പറയുന്നുണ്ട്. x+y = 11. ഒന്നാമത്തെ സമവാക്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് the number got by interchanging the digits is 27 more than original number. വലിയ സംഭവമൊന്നുമല്ല. നോക്ക്, ഡിജിറ്റ്സ് മാറ്റം വരുത്തുക. 47-ന് പകരം 74. അപ്പോൾ ആരാടാ, 7 × 10+ അല്ലേ, 7 × 10+4 എന്നാ വരിക. വൈ ഇവിടെ എക്സ് അവിടെയാണ് അല്ലേ, നേരത്തെ പോലെയല്ല. അപ്പോൾ y × 10+x എന്നാ വരിക. മറ്റൊരിടത്ത് പറഞ്ഞാൽ 10y+x എന്നാണ് അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിളിക്കാൻ വേണ്ടി. 10y+x എന്നാണ് നമുക്ക് ആ പറയുന്ന ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഈ പറയുന്ന 10y+x ആദ്യത്തെ നമ്പറിനേക്കാൾ 27 കൂടുതലാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ നമ്പർ നമുക്ക് അറിയാം ആരാടാ, 10x+y ആണ്. അയാളോടൊപ്പം അല്ലേ 27 കൂട്ടിയാലാണ് മക്കളെ നമുക്ക് ആര് കിട്ടുന്നുണ്ടാവുക, പുതിയ നമ്പറായിട്ടുള്ള 10y+x കിട്ടുകയുണ്ടാവുക എന്ന് പറയും. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. ഈ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈ 10y അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്, എക്സിന് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്, 27 അങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവിടെ 27 മാത്രം മതി. അപ്പോൾ 10xൻ്റെ അടുത്തേക്ക് ഞാൻ ആ എക്സിന് എഴുതുമ്പോൾ -x ആയി. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു y ഉണ്ടായിരുന്നു, അയാളിൽ നിന്ന് 10y കുറയ്ക്കണം, അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ -27 ആ ഇക്വേഷൻ മാറുകയും ചെയ്തു. 10xൽ നിന്ന് എക്സ് കുറച്ചാൽ സംഭവിക്കുക 9x എന്നുള്ള കാര്യം മക്കൾക്കറിയാം ആണല്ലോ. വൈയിൽ നിന്ന് 10y കുറച്ചാൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് -9y വിച്ച് ഇസ് ഈക്വൽ ടു -27 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനും അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ആ രണ്ട് ഇക്വേഷനുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം മക്കളെ. കോമൺ ടേംസ് ഇല്ല,
ഇവിടെ എക്സ് ആണ്, ഇവിടെ 9x ആണ്, ഇവിടെ y ആണ്, ഇവിടെ ഫസ്റ്റ് ഇക്വേഷനെ മാത്രം മാറ്റം വരുത്തിയാൽ മതി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 9x 9y 11 മാറിയിട്ട് 99 വരുന്നു. അയാൾ തേർഡ് ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഇയാളെ താഴത്തേക്കൊന്ന് കൊണ്ടുവരാം. അയാൾ 9x മൈനസ് 9y മൈനസ് 27 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷനുണ്ട്. ആരെ ചെയ്താലും കണക്കാണ്. ഞാൻ മൂന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷനാണ് മൈനസ് ചെയ്യുന്നത്. 9x എന്ന് 9x പോയി. ഇനിയുള്ളതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ. അവിടെ ഒരു പ്ലസ് 9y ഉണ്ട്, ഒരു മൈനസ് 9y ഉണ്ട്. അവ തമ്മിൽ മൈനസ് ചെയ്യണം. പ്ലസ് 9y നമുക്ക് 9y എന്ന് വിളിക്കാം. ആ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ് അടുത്ത 9y വിച്ച് ഇസ് ഈക്വൽ ടു 18y എന്നാണ് ആൻസർ എഴുതേണ്ടത്. 18y വിച്ച് ഇസ് ഈക്വൽ ടു, അതുപോലെ അവിടെ വേറൊരു പാർട്ട് കൂടി വരുന്നുണ്ടടാ. 99 ഉണ്ട്, മൈനസ് ചെയ്യണം മൈനസ് 27. അപ്പോൾ അയാൾ എങ്ങനെ മാറും മക്കളെ? 9 പറഞ്ഞു നോക്കടാ. 99 പ്ലസ് 27 ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അയാൾ മാറുന്നുണ്ടാവുക. ആ വന്നതിൽ സംശയമില്ലല്ലോ. ഇത്തരം സാധനങ്ങൾ മസ്റ്റായിട്ട് മക്കൾ സൈഡ് കോളത്തിൽ എഴുതി നോക്കിയിട്ട് വേണം എഴുതാൻ, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ആൻസർ 126 എന്നാണ് കിട്ടുക. 126. y ഇസ് ഇക്വൽ ടു 126 ഡിവൈഡഡ് ബൈ 18 എന്നാണ് സോൾവ് ചെയ്യേണ്ടാവുക. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ ആൻസർ നമുക്ക് കിട്ടും മക്കളെ 7 എന്ന് പറയുന്നതായിരിക്കും എന്താവുക ആൻസർ ആയിട്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പുട്ടിംഗ് വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1. ഒന്നാം സമവാക്യത്തിൽ വൈയുടെ വില നൽകിയാൽ അങ്ങനെയാകുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11, എക്സ് പ്ലസ് 7 ഇസ് ഈക്വൽ ടു 11, എക്സ് ഇസ് ഈക്വൽ ടു 11 മൈനസ് 7, എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഈ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത്, നമ്പർ എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ? അല്ലേ, എക്സ് കാണുന്ന സ്ഥലത്ത് എക്സ് കാണുന്ന സ്ഥലത്ത് 4 കൊടുക്കുക. അപ്പോൾ 10 ഇൻറ്റു എക്സ് അയാൾ ആരായിട്ട് മാറും? 40 ആയിട്ട് മാറും. പ്ലസ് വൈ കാണുന്നതിന് പകരം 7 കൊടുക്കുക വിച്ച് ഇസ് ഈക്വൽ ടു 47. ഞാൻ ആ നമ്പറിനെ തന്നെയാണ് റെഫറൻസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. കുറച്ചധികം ലെങ്ത്ത് കൂടിയിട്ടുണ്ട് വീഡിയോ, ബട്ട് നന്നായി പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇതേപോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് പെട്ടെന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.